Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Sound ഇല്ലല്ല, നിങ്ങൾക്ക് സൗണ്ട് ഇല്ലാത്തതാണോ എന്റെ സൗണ്ട് പോയതാണോ? സൗണ്ട് ഉണ്ടല്ലോ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. സൗണ്ട് മ്യൂട്ട് ചെയ്തതാണോ? ഇല്ലല്ല. ഹലോ, ഗ്രീഷ്മ, ദേവിക, നിരഞ്ജന. Good afternoon, ma'am. പറഞ്ഞായിരുന്നു. ഇവിടെ കേട്ടില്ലടാ. എനിക്ക് സൗണ്ട് കുറച്ച് കുറവായി കിടക്കുകയായിരുന്നിരിക്കും. അതൊന്ന് ക്ലിയർ ആണോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിളിച്ചോണ്ടിരിക്കുന്നത്. നമ്മള് പറഞ്ഞു തുടങ്ങി പകുതി എത്തുമ്പോൾ സൗണ്ട് ഡിസ്റ്റർബൻസ് വന്നാലോ? ഓക്കെ. സോ വളരെ കുറച്ച് കുട്ടികളൊക്കെ ഉള്ളൂ. ഐ തിങ്ക് ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഉണ്ടായിട്ട് ഇപ്പോ കയറാൻ പറ്റാത്തതായിരിക്കാം. എനിവേസ് നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പൊ ഇന്ന് ശരിക്കും നമ്മുടെ ക്ലാസ് എല്ലാവരും അറിയാം. പക്ഷെ എങ്കിലും മിസ്സില്ല. മിസ്സിന്റെ ഒരു അവധിയിലാണ് ഞാനിവിടെ. നമ്മുടെ പോർഷൻസ് തീർക്കാൻ കിട്ടുന്ന സമയങ്ങളൊക്കെ നമുക്ക് പരമാവധി മാക്സിമം യൂട്ടിലൈസ് ചെയ്യണ്ടേ. അപ്പൊ അതുകൊണ്ട് വെറുതെ കളയണ്ട. ഓക്കെ. ഇന്നലെ നമ്മൾ എവിടെ നിർത്തി? ഇന്നലത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മള് തൊട്ടടുത്ത ദിവസം തന്നെ അങ്ങനെ അടുപ്പിച്ച് ഒരു ദിവസം കിട്ടിയതാണ്. എവിടെ നിർത്തിയ വല്ല ഓർമ്മയുണ്ടോ നോക്ക്? എവിടെയാ? ടൈപ്സ് ഓഫ് ഡിസിപ്ലിൻ. അവിടെ വരെയല്ലേ നിർത്തിയ? ടൈപ്സ് ഓഫ് എടുക്കണ്ടേ? അല്ലേ? ദേവിക, ശരിയാണോ ഞാൻ പറഞ്ഞത്? സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നു. ഇത് എടുത്തോ? ടൈപ്സ് ഓഫ് ഡിസിപ്ലിൻ എന്നുള്ള എടുത്തോ? സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല, പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അതെ, ആ ഭാഗത്തുനിന്നാണ് നമുക്ക് എടുക്കേണ്ടത്. യെസ്, ഇനി ഞാൻ മ്യൂട്ട് ചെയ്തോളാം. നിങ്ങൾ സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം വരണ്ട. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഒരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഡിസിപ്ലിൻ. നമ്മള് നേരത്തെ പറഞ്ഞപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിരുന്നു. ഡിസിപ്ലിനെ കുറിച്ച് നേച്ചറൊക്കെ പറഞ്ഞപ്പോ ഡിസിപ്ലിന്റെ നേച്ചറിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഡിസിപ്ലിന് പ്രധാനമായിട്ടുള്ള രണ്ട് സ്വഭാവമാണ്. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ദ മാനേജ്മെന്റ് ഗിവ്സ് എ പോസിറ്റീവ് റെസ്പോൺസ്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് അല്ലെങ്കിൽ പോസിറ്റീവ് റെസ്പോൺസ് ആയിരിക്കും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. എങ്ങനെയാണെങ്കിൽ when the employees are disciplined. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു എന്താ പറയാ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് will be positive. Maybe in the form of some reward. അത് എന്തെങ്കിലും റിവാർഡ് പ്രതിഫലത്തിന്റെ രൂപത്തിലായിരിക്കും പോസിറ്റീവ് റെസ്പോൺസ് മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക എംപ്ലോയീസിന്. അതേസമയം ഇതിന് തന്നെ എന്തുകൊണ്ട് ഒരു നെഗറ്റീവ് നേച്ചർ കൂടി ഉണ്ട്. നെഗറ്റീവ് നേച്ചർ വരുമ്പോൾ എന്താണ് അവിടെ ഇഫ് എനി ഓഫ് ദ എംപ്ലോയി, ഏതെങ്കിലും തരത്തിലുള്ള എംപ്ലോയീസ് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഹാവ് എ നെഗറ്റീവ് ഇഫക്റ്റ്. നെഗറ്റീവ് ഇഫക്റ്റ് ആയിരിക്കും ഉണ്ടാകുക. എന്ന് വെച്ചാൽ അവർക്കെതിരെ ചിലപ്പോൾ അവർക്ക് ഒരു വാണിംഗ് കൊടുക്കുക, അവർക്ക് ചാർജ് കൊടുക്കുക, എന്തെങ്കിലും തരത്തിലുള്ള പണിഷ്മെന്റ് കൊടുക്കുക. സോ ഇറ്റ് വിൽ ഹിൻഡർ ദ ബെറ്റർ ഡെവലപ്മെന്റ് ഓഫ് ദ എംപ്ലോയി. എംപ്ലോയിന്റെ ഫ്യൂച്ചർ ഡെവലപ്മെന്റിനെ ഹിൻഡർ ചെയ്യുന്ന രീതിയിൽ എന്ന് വെച്ചാൽ തടസ്സം നൽകുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകും ആരുടെ ഭാഗത്ത് നിന്ന്? മാനേജ്മെന്റിന്റെ ഭാഗത്ത്. അതുകൊണ്ടാണ് അതിനെ നെഗറ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് അവിടെ നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ അതിനെ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ കുറച്ചും കൂടി വിശദീകരണമാണ് ടൈപ്സ് ഓഫ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ. അത് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, ആൻഡ് ഒരെണ്ണം കൂടി ഉണ്ട് പ്രോഗ്രസീവ് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ട്. സോ ലെറ്റ്സ് സീ ഫസ്റ്റ് വൺ പോസിറ്റീവ് ഡിസിപ്ലിൻ. പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോട്ടിവേഷൻ ടു ദ എംപ്ലോയീസ്. കാരണം ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് സ്റ്റാൻഡേർഡ് ബിഹേവിയർ, ആ ഒരു ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൃത്യമായി ആ നിലവാരത്തിൽ നല്ല രീതിയിൽ ഫോളോ ചെയ്ത് ഓർഗനൈസേഷന്റെ ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ദേ ഫോളോ സം കോഡ് ഓഫ് കോണ്ടാക്ട്. അതായത് ഓർഗനൈസേഷന്റെ കോഡ് ഓഫ് കോണ്ടാക്ട് ഫോളോ ചെയ്തുകൊണ്ട് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താ പറയാ ശിരസാവഹിക്കുക, ഫോളോ ചെയ്യുക, ആ രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ കാഴ്ചവെക്കുമ്പോഴാണ് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയാം നമുക്ക്.
അല്ലെ? പോസിറ്റീവ് ഡിസിപ്ലിൻ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും മുൻഗണനകളും തള്ളൊന്നും വേണ്ട, അവിടെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് അവരവരുടെ ജോലി ചെയ്യുക. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഇൻഡിസിപ്ലിൻഡ് ആകുക. അപ്പൊ പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോട്ടിവേഷൻ ടു ദ എംപ്ലോയീസ്, മോട്ടിവേഷൻ കൂടിയാണ്. കാരണം അത്തരം പോസിറ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആകുന്ന ആളുകൾക്ക് എന്താ പറയാ, മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് അവരെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചില റിവാർഡുകളൊക്കെ, ഏതെങ്കിലും തരത്തിലുള്ള അപ്രീസിയേഷൻ. ഈ റിവാർഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും കാശായിട്ട് കിട്ടും എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. ഇൻ ദ ഫോം ഓഫ് മോണിറ്ററി ടേംസ് ആയിരിക്കാം, നോൺ മോണിറ്ററി ടേംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില ലീഡർഷിപ്പ് ക്വാളിറ്റീസ് അതോറിറ്റി ആയിരിക്കും കൊടുക്കുക, ഒരു എന്താ പറയാ ലീഡർഷിപ്പ് അധികാരം കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫർണിഷിങ്, നല്ല രീതിയിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട എന്താ പറയാ നമ്മളുടെ ജോലി ചെയ്യുന്ന സ്ഥലമൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെയൊക്കെ. കാരണം ആളുടെ പ്രവർത്തനങ്ങളും ആളുടെ ഡിസിപ്ലിനും ഒക്കെ ബേസ് ചെയ്തിട്ട് അങ്ങനെ ഒരു മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അതാണ്. അപ്പൊ അത് നമ്മൾ സെൽഫാണ്, നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ തന്നെ സ്വന്തം ഉണ്ടാക്കിയെടുക്കുന്ന ആ ബിഹേവിയറൽ പാറ്റേൺ ആണ്. എന്ന് വെച്ചാൽ ഓർഗനൈസേഷനിൽ ഇതൊക്കെ ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ ആരുടെയും ഫോഴ്സിന് വിധേയമായിട്ടല്ല അത് ചെയ്യുന്നത്, നമ്മൾ സ്വന്തമായിട്ട് അത് ചെയ്യുന്നു. സോ അത് എന്ന് പറയുന്നത് വെൻ ദേ ആർ ഡെവലപ്പിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അപ്പൊ ഓർഗനൈസേഷൻ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെറ്റ് ചെയ്യുമ്പോൾ അതൊരു കൺസ്ട്രക്റ്റീവ് രീതിയിൽ, അത് മാത്രമല്ല മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള എന്താ പറയാ ഡിസിപ്ലിൻ ഒന്നും ആയിരിക്കും കൊണ്ടുവരുന്നത്. അച്ചടക്ക മര്യാദകൾ കൊണ്ടുവരുമ്പോ ഇത് നിങ്ങൾ എന്തായാലും പാലിച്ചേ മതിയാകും. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ കാര്യം എന്തൊക്കെയാണ്, ചിലപ്പോ ഡിസിപ്ലിൻഡ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ എന്തൊക്കെയാ. ഒന്ന് പങ്ക്ച്വാലിറ്റി, കൃത്യസമയത്തിന് വരിക, കൃത്യസമയത്തിന് മാത്രം ഇവിടുന്ന് ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങുക, അല്ലെ? പിന്നെ അത് ആഫ്റ്റർനൂൺ ടൈം ആയിക്കോട്ടെ, എന്താ പറയാ ലീവ് ചെയ്യുന്ന ടൈം ആയിക്കോട്ടെ, എപ്പോഴാണെങ്കിലും എൻട്രിങ്ങിനും എക്സിറ്റിനും ഒക്കെ ഓരോ പ്രത്യേക സമയം ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക. മറ്റുള്ള എംപ്ലോയീസുമായിട്ട് എന്താ പറയാ അവരുടേതായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഡീലിങ്സിലൊക്കെ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് എപ്പോഴും ഇപ്പൊ എനിക്ക് അപ്പുറത്തേക്ക് എന്റെ വർക്കറോട് എന്തെങ്കിലും സംസാരിക്കണം, അതിന് എപ്പോഴെപ്പോഴും ഇറങ്ങി നടക്കുക, അതൊക്കെ എഗെയിൻസ്റ്റ് ആണ് ശരിക്കും പറയാം. നമ്മുടെ ഡ്യൂട്ടി ടൈം ഈസ് ദ ഡ്യൂട്ടി ടൈം, അതിന് വേണ്ടി ഉപയോഗിക്കുക. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പാലിക്കാൻ പറ്റുന്ന ഡിസിപ്ലിൻസ് ആണ്. ഓക്കെ, പക്ഷെ ചില ഡിസിപ്ലിൻസ് വെറുതെ ആവശ്യമില്ലാതെ എംപ്ലോയീസിനെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാകരുത് എന്നാണ് പറയുന്നത് മാനേജ്മെന്റ്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഇറ്റ് ഷുഡ് ബി ഈസിലി ഫോളോഡ് ബൈ ദ എംപ്ലോയീസ്. എംപ്ലോയീസിന് എല്ലാവർക്കും ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ they will follow, and also there will be positive discipline in the part of employees. അപ്പൊ അങ്ങനെ വരുമ്പോ എംപ്ലോയീസ് എന്ത് ചെയ്യും, പോസിറ്റീവ് ആയിട്ട് അതിനൊക്കെ റിയാക്ട് ചെയ്യും. ആൻഡ് ഓൾസോ they can improve their performance. നമ്മൾ ഡിസിപ്ലിൻഡ് ആയാൽ നമ്മുടെ ബാക്കിയെല്ലാം ഇംപ്രൂവ്ഡ് ആകും, പെർഫോമൻസ് ഇംപ്രൂവ്ഡ് ആകും, അല്ലെ? മറ്റുള്ളവരോടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലെവലിംഗ് ഇംപ്രൂവ്ഡ് ആകും. ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്, പോസിറ്റീവ് ഡിസിപ്ലിൻ ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് സെന്റൻസ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. എവിടെ തുടങ്ങി? പോസിറ്റീവ് ഡിസിപ്ലിൻ തുടങ്ങി കോഡ് ഓഫ് കോണ്ടക്ട് വരെ കേട്ടോ. ആ സെന്റൻസ് മാത്രം എന്താണ് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്നുള്ളതാണ് ആ സെന്റൻസ് പറഞ്ഞിരിക്കുന്നത്. It is the discipline that motivates the employees of the organization to standardize their behavior. നമ്മളുടെ പെരുമാറ്റം ഒരു പ്രത്യേക നിലവാരത്തില് ആ ഒരു ആവറേജ് ലെവലിലേക്ക് എല്ലാവരും എത്താൻ വേണ്ടിയിട്ട് മാത്രമല്ല, അതിലൂടെ നമുക്ക് ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാം ബൈ ഫോളോയിങ് പ്രോപ്പർ കോഡ് ഓഫ് കണ്ടക്ട്. ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ആൻഡ് ഈ ഒരു പോസിറ്റീവ് ഡിസിപ്ലിന് അക്കോർഡിംഗ് ടു സ്പ്രീഗൽ എന്ന് പറയുന്ന ഒരു ആള് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളുടെ എംപ്ലോയീസുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും ലേബറേഴ്സ് ഓർഗനൈസേഷന്റെ ഗോൾസിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്ന എംപ്ലോയീസിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന പഠനങ്ങളൊക്കെ നൽകുന്ന വ്യക്തികളാണ് ഇങ്ങനെയുള്ള ചില ആളുകൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡെഫിനിഷൻ സ്പ്രീഗൽ കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് ഡിസിപ്ലിൻ enables an employee to have a greater freedom. എന്ന് വെച്ചാൽ നമുക്ക് ഒരു എന്താ പറയാ ഒരു ഫ്രീഡം ആണ് ഇന്ന രീതിയിലൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ. കാരണം അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, ഭയങ്കരമായിട്ട് കഷ്ടപ്പെടണ്ട, അത് കൃത്യമായിട്ട് അങ്ങനെ ഫോളോ ചെയ്യാനുള്ള ഒരു ഫ്രീഡം. ആൻഡ് എൻജോയ്സ് എ ഗ്രേറ്റർ ഡിഗ്രി ഓഫ് സെൽഫ് എക്സ്പ്രഷൻ ഇൻ സ്ട്രൈവിംഗ് ടു അച്ചീവ് ദ ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ് വിച്ച് he identifies as his own. നമ്മളുടേത് തന്നെയെന്ന് നമ്മൾ സ്വന്തമാണ്, എന്റെ കൂടി ഒബ്ജക്റ്റീവ് ആണ്. ഈ ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്റെ കൂടി ലക്ഷ്യമാണെന്നുള്ള ആ ഒരു ചിന്തയിൽ എന്ത് ചെയ്യാം, തന്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷന്റെ ജോലികളിലൊക്കെ ഏർപ്പെടാനുള്ള ഒരു
ഫ്രീഡം ആർക്കുണ്ട്, എന്തിലുണ്ട്, പോസിറ്റീവ് ഡിസിപ്ലിനിലുണ്ട്. പോസിറ്റീവ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളുകൾ അങ്ങനെ ചെയ്യും. കാരണം ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്റെ കൂടിയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, കഷ്ടപ്പെടണം. അപ്പൊ തീർച്ചയായിട്ടും അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്താണ് അത് ഫ്രീ ആയിട്ട്, അതല്ലാതെ അടിച്ചടിച്ച രീതിയിലല്ല ഉദ്ദേശിക്കുന്നത്. ഫ്രീ ആയിട്ട് അതൊക്കെ ഫോളോ ചെയ്ത് എന്ത് ചെയ്യുന്നു, ഞാൻ മുന്നോട്ട് പോകുന്നു. അങ്ങനെ വരുമ്പോൾ ആള് എന്താണ്, ആ എംപ്ലോയീസിനെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനെ നമുക്ക് എന്ത് വിളിക്കാം, പോസിറ്റീവ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെന്ന് പറയാൻ സാധിക്കും എന്നാണ് ആര് പറയുന്നത്, സ്ത്രീകൾ പറയുന്നത്. ആ സെന്റൻസ് അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്യണം. ഡെഫിനിഷൻസ് ആരാണ് എഴുതിയത് അല്ലെങ്കിൽ ആരുടേതാണ് എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മളതൊന്ന് അറിഞ്ഞിരിക്കണം. അണ്ടർലൈൻ ചെയ്തോ? പോസിറ്റീവ് ഡിസിപ്ലിന് കോമൺ ആയിട്ട് ഒരു കാര്യം അവിടെ പറഞ്ഞു. അത് കൂടാതെ ആ ഒരു സ്ത്രീകൾ നൽകിയിരിക്കുന്ന ഒരു ഡെഫിനിഷൻ കൂടി നമുക്ക് എക്സ്ട്രാ നോക്കണം. പോസിറ്റീവിനും നെഗറ്റീവിനും ഒക്കെ സ്ത്രീകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അണ്ടർലൈൻ ചെയ്തോ? മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. ദെൻ അടുത്തത് എന്താണ്, നെഗറ്റീവ് ഡിസിപ്ലിൻ ആണ്. നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് that type of discipline which are not likely to be followed by the employees. That means ഇതുപോലെയുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവരുമ്പോ അത് ചെയ്യണം അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യണം എന്നുള്ളൊരു വിചാരമില്ലാതെ നടത്തുക, അതായത് അത് തെറ്റിക്കുക, അതൊക്കെ അവിടെ നടന്നോളും, അതൊന്നും എനിക്ക് ബാധകമല്ല എന്ന മട്ടിലൊക്കെ. അതാണ് നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുക. നെഗറ്റീവ് ഡിസിപ്ലിൻ ചെയ്താൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ദാറ്റ് മീൻസ് ദ മാനേജ്മെന്റ് വിൽ ടേക്ക് നെസസറി ആക്ഷൻസ് അഗെയിൻസ്റ്റ് ദാറ്റ് എംപ്ലോയീസ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കെതിരെ എന്ത് ചെയ്യും, മാനേജ്മെന്റ് തീർച്ചയായിട്ടും നടപടികൾ സ്വീകരിക്കും, ആക്ഷൻസ് എടുക്കും. നേരെ വൈകി വരിക, പറഞ്ഞിരിക്കുന്ന സമയത്തിനേക്കാൾ മുമ്പേ തന്നെ ഓർഗനൈസേഷനിൽ ലീവ് ചെയ്യുക, അല്ലെ, ഉച്ച സമയത്തൊക്കെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെയുള്ള ജോലി കുറച്ചേറെ കിടന്നുറങ്ങലാണ്, വീട്ടിലൊക്കെ ഞങ്ങൾ ഇങ്ങനെയാ ചെയ്യുന്നത്, ആ രീതിയിൽ കണ്ടോ. അതൊക്കെ എഗെയിൻസ്റ്റ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. എന്ന് വെച്ചാൽ ആ ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാതിരിക്കുന്ന അവസ്ഥ. ദാറ്റ് മീൻസ് അങ്ങനെ വരുമ്പോ ഒരു എന്താ പറയാ, ജനറലി കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു രീതിയാണ് എന്താണ്, ഒരു നെഗറ്റീവ് അപ്രോച്ച് ഫ്രം ദ പാർട്ട് ഓഫ് ദ മാനേജ്മെന്റ്. മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് അപ്രോച്ച് ആയിരിക്കും, ഒരു എന്താ പറയാ, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സമീപന രീതിയായിരിക്കും. എന്ന് വെച്ചാൽ എന്താ, മറ്റേതില് റിവാർഡ് കൊടുക്കുന്നു പോസിറ്റീവ് ഡിസിപ്ലിനില്, ഇവിടെ പണിഷ്മെന്റ് ആയിരിക്കും കൊടുക്കുക. അപ്പൊ അതൊരു നെഗറ്റീവ് റിയാക്ഷൻ ആണ് ആരില്, എംപ്ലോയീസിന്. അതാണ് നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോ ഡിസിപ്ലിനറി ആക്ഷൻസ് എന്താ പറയാ, നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോ ഇപ്പൊ ഞാൻ എന്താ പറയാ, ഓർഗനൈസേഷണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാം, അപ്പൊ ഞാൻ ശരിയല്ലേ അതൊക്കെ നടന്നോളൂ, ഞാൻ എന്റെ ഇഷ്ടത്തിലേക്ക് പോകുള്ളൂ, എനിക്ക് 10 മണിക്കൊന്നും ഇവിടെ എത്താൻ പറ്റില്ല, അല്ലെങ്കിൽ 10:30 എത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ഇന്ന സമയത്ത് എനിക്ക് എത്താൻ പറ്റില്ല, അത് കുഴപ്പമില്ല. അപ്പൊ അവിടുത്തെ റൂൾസ് ഉണ്ട്, അത് കുഴപ്പമില്ല, അത് അവിടെ നടന്നോളും, ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് വരുന്നത് എന്നുള്ള രീതി വരുമ്പോ മാനേജ്മെന്റ് ഈസ് ഫോഴ്സ്ഫുള്ളി എൻഫോഴ്സിംഗ് ദ എംപ്ലോയീസ് ടു ബി ഡിസിപ്ലിൻഡ്. എന്താണ്, അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും, മാനേജ്മെന്റിന് അവരെ ഫോഴ്സ് ചെയ്യേണ്ടി വരും ഡിസിപ്ലിൻഡ് ആക്കാനായിട്ട്. ആ ഫോഴ്സിങ് മേ ബി ചിലപ്പോൾ ഒരു വാർണിംഗ് ആയിരിക്കും, പണിഷ്മെന്റ് ആയിരിക്കും, അങ്ങനെ രീതിയിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ ഇൻ കേസ് ഓഫ് ഡിസിപ്ലിനറി ആക്ഷൻസ്, അപ്പൊ എടുക്കുന്ന ഡിസിപ്ലിനറി ആക്ഷൻസ് ഫോർ ഡിസൊബേയിങ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, എംപ്ലോയീസ് തന്നെ ഈ പറയുന്ന ഓർഗനൈസേഷനിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിക്കുക, എന്താ പറയാ, അത് ഒബേ ചെയ്യാതിരിക്കുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ വാർണിംഗ് ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ പിരിച്ചുവിടലായിട്ടോ അതിന്റെ ആ ഒരു എന്താ പറയാ സീരിയസ്നെസ് എത്രത്തോളം വലിയ ഗൗരവമേറിയ മിസ്കണ്ടക്ട് അല്ലെങ്കിൽ എന്താ പറയാ ഇതുപോലെയുള്ള ഡിസിപ്ലിൻ ആണോ പ്രവർത്തിക്കുന്നത് അതിന്റെ ആ ഒരു തീവ്രത നോക്കിയിട്ടായിരിക്കും എന്ത് കൊടുക്കുക, പണിഷ്മെന്റുകളും വാർണിംഗും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നെഗറ്റീവ് ഡിസിപ്ലിനിലാണ് ഈ പറയുന്ന ആക്ഷൻ എടുക്കേണ്ടി വരുന്നത്. അങ്ങനെ ഒരു ആക്ഷൻ പോസിറ്റീവ് ഡിസിപ്ലിൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പോസിറ്റീവ് ഡിസിപ്ലിന് എതിരെ അല്ലെങ്കിൽ ആ പോസിറ്റീവ് ഡിസിപ്ലിനില് എംപ്ലോയീസിന് എതിരെ ഈ നെസസറി ഇങ്ങനെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കേണ്ടത് നെസസറി ആണോ, വേണോ? ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിലും എടുക്കേണ്ടി വരുമോ? അവർക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ വേണ്ടി വരില്ല. എങ്ങനെയാണ് അവർക്ക് വേണ്ടി വരുന്നത്? ഈ പറയുന്ന വിഭാഗം സെക്കൻഡ് വൺ ആണ്. നെഗറ്റീവ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ നേർക്ക് നമ്മൾ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണം, അവരെ ഫോഴ്സ് ചെയ്യണം. ഈ ഡിസിപ്ലിൻഡ് ആവണം, കറക്റ്റ് ആക്കണം, കറക്റ്റ് സമയത്തിന് വരണം. നിന്റെ തോന്നിയ സമയത്ത് ഇവിടെ വരാൻ പറ്റില്ല. ഓക്കെ, ആ അതിലേക്ക് അവർ കൊണ്ടുവരണം. ആ കൊണ്ടുവരാൻ വേണ്ടി അവരെ ഫോഴ്സ് ചെയ്യേണ്ടി വരും. ആ ഫോഴ്സിങ് ഏത് രീതിയിലാകും? നീ ഇങ്ങനെ വൈകി വന്നു കഴിഞ്ഞാൽ നിന്റെ ഹാഫ് ഡേ കട്ട് ചെയ്യും, ലീവ് ആക്കും. മനസ്സിലായോ? അങ്ങനെയൊക്കെ അതൊക്കെ ആണ് പണിഷ്മെന്റുകൾ. വലിയ സീരിയസ് ആയിട്ടുള്ള പണിഷ്മെന്റുകൾ കൊടുക്കുന്നത് സീരിയസ് ആയിട്ടുള്ള മിസ്കണ്ടക്റ്റിന് അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻ ആയിരിക്കും കൊടുക്കുക.
Okay, avideയും Spiegel definition കൊടുത്തിട്ടുണ്ട്. Negative discipline is the force that prompts an individual or a group to observe the rules and regulations. കണ്ടോ, ഇവിടെ ഒരു പ്രേരിപ്പിക്കലാണ്, അല്ലെങ്കിൽ ഒരു ഫോഴ്സിംഗ് ആണ്. എംപ്ലോയീസിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനെ അല്ലെങ്കിൽ ഒരു എംപ്ലോയിനെ എന്ത് ചെയ്യുന്നു, അവിടുത്തെ റൂൾസും റെഗുലേഷൻസും പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്യാൻ നിർബന്ധിക്കുന്നു, പ്രോംപ്റ്റ് ചെയ്യുന്നു, ഉന്തുന്നു, തള്ളുന്നു, വിച്ച് ഈസ് നെസസറി ഫോർ ദ അറ്റൈൻമെന്റ് ഓഫ് ഗോൾസ്. എന്തിനു വേണ്ടിയിട്ട്? ഓർഗനൈസേഷന്റെ നിലനിൽപ്പിന്, ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് നീ ഇവിടുത്തെ നിയമങ്ങൾ പാലിക്കണം, റൂൾസ് റെഗുലേഷൻസ് ഒക്കെ കൃത്യമായി പാലിക്കണം എന്നുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എംപ്ലോയീസിനെ ഫോഴ്സ് ചെയ്യുന്ന ആ ഒരു രീതി, അതാണ് നെഗറ്റീവ് ഡിസിപ്ലിൻ എന്നാണ് അക്കോർഡിംഗ് ടു സ്പ്രീഗൽ. മനസ്സിലായോ? സ്പ്രീഗലിന്റെ ഒരു നല്ലൊരു ഡെഫിനിഷൻ ആണ്. എന്നുവെച്ചാൽ ഉണ്ടിക്കൈ ചെയ്യിപ്പിക്കുക, അതിനെ ചിലപ്പോൾ പണിഷ്മെന്റ് കൊടുക്കേണ്ടി വരും, എന്നാലേ നന്നാവുള്ളൂ. ചില ആൾക്കാർ അങ്ങനെയാണ്, എത്ര പ്രാവശ്യം പറഞ്ഞാലും ചിലപ്പോ പറ്റില്ല, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ശിക്ഷാ പ്രക്രിയകളിലേക്ക് പോകുമ്പോഴേക്കും ചിലപ്പോൾ അവരത് പഠിക്കുക. അപ്പൊ അത് നിർബന്ധിച്ച് അവരെ കൂടി ചെയ്യിപ്പിക്കുക, അതാണ് നെഗറ്റീവ്. പോസിറ്റീവ് ഡിസിപ്ലിന് നിർബന്ധത്തിന്റെ ആവശ്യമില്ല, സെൽഫാണ്, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ വരുന്നതാണ് ആ ഒരു ഡിസിപ്ലിൻ രീതി. നമുക്കത് ചെയ്യാം. അതെ, ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ കയറിയത് ഇതൊക്കെ പാലിക്കാം എന്നുള്ള കണ്ടീഷനിലാണ്. സോ ഐ ഹാവ് ടു ഫോളോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? നെഗറ്റീവ് ഡിസിപ്ലിൻ. അതുപോലെ തന്നെ നേരത്തെ ഇതേപോലെ ഫസ്റ്റ് സെന്റൻസ് സംടൈംസ് എന്നുള്ളത് കേട്ടോ. Sometimes certain employees do not feel like following the rules and regulations of the organization. The view complying with the rules and regulations to be negative. അപ്പൊ അതിനെ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെന്ന് വിളിക്കും? ഡിസിപ്ലിൻ എന്ന് വിളിക്കും. അതുകൂടാതെ സ്പ്രീഗൽ നൽകിയിരിക്കുന്ന ഡെഫിനിഷൻ കൂടി നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്യാം. അക്കോർഡിംഗ് ടു സ്പ്രീഗൽ, നെഗറ്റീവ് ഡിസിപ്ലിൻ എന്നുള്ളത് തുടങ്ങി അറ്റൈൻമെന്റ് ഓഫ് ആൻ ഒബ്ജക്റ്റീവ് വരെ അണ്ടർലൈൻ ചെയ്യാം. ചെയ്തോ? ചെയ്തല്ലോ? പോസിറ്റീവ് ഡിസിപ്ലിനും നെഗറ്റീവ് ഡിസിപ്ലിനും നമ്മളിപ്പോ കണ്ടു. അതിന് രണ്ടിനും സ്പ്രീഗൽ നൽകിയിരിക്കുന്ന ഡെഫിനിഷൻ നമ്മൾ കണ്ടു. ക്ലിയർ ആയോ എല്ലാവർക്കും ഇവിടം വരെ? കുറച്ച് പേരൊക്കെ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ക്ലാസ് തുടങ്ങിയപ്പോ. ബാക്കിയുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുക. ലേറ്റ് ആയിട്ടാണ് കയറിയതെങ്കിലും പറയുന്നത് കേട്ടിരിക്കുക. മുന്നില് വിട്ടുപോയ ഭാഗം നിങ്ങളൊന്നും കൂടി ആ ഭാഗത്തെ മാത്രം റെക്കോർഡറിലാണ് കാണുക. അല്ലാതെ നമുക്ക് വീണ്ടും വീണ്ടും പഴയ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ പോർഷൻ വിൽ നോട്ട് പോവും, അല്ലെ? നമുക്ക് എടുത്തു തീർക്കാനുള്ള ഭാഗങ്ങൾ തീർക്കുക. ബിക്കോസ് ഓരോ ചാപ്റ്റർ അല്ലെങ്കിൽ എന്ന് മാത്രമേ പേരുള്ളൂ. അത് ഒരു വലിയ മൊഡ്യൂള് പോലെ തന്നെയാണ്. കാരണം ചില ചാപ്റ്റേഴ്സ് മാത്രമേ വളരെ ചെറുതുള്ളൂ, ബാക്കിയെല്ലാം കുറച്ച് ലെങ്തി തന്നെയാണ്. അത് കുറെ കാര്യങ്ങൾ, ഒരു ഗ്രൂപ്പിൽ പെട്ട കുറെ കാര്യങ്ങൾ ഓരോരോ ടോപ്പിക്കായിട്ട് ഒരു ചാപ്റ്ററിൽ ഒരു മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ കയറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൃത്യം സമയത്ത് ഒന്ന് ജോയിൻ ചെയ്യാൻ നോക്കുക. പ്രോഗ്രസീവ് ഡിസിപ്ലിൻ ആണ് മൂന്നാമത്തേത്. പോസിറ്റീവ് ഡിസിപ്ലിൻ പറഞ്ഞു, നെഗറ്റീവ് ഡിസിപ്ലിൻ പറഞ്ഞു, അടുത്തത് പ്രോഗ്രസീവ് ആണ്. ഇതെന്താണ്? ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ നെഗറ്റീവ് ഡിസിപ്ലിനേക്കാൾ കുറച്ചുകൂടി ഒരു ബെസ്റ്റ് വേ ഓഫ് മെയിൻറ്റെയിനിങ് ഡിസിപ്ലിൻ ഇൻ ആൻ ഓർഗനൈസേഷൻ ഈസ് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ. എന്ന് വെച്ചാൽ പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന പോളിസിയാണ് എന്താ പറയാ ഏറ്റവും നല്ല ഒരു പോളിസി. എന്തിനു വേണ്ടിയിട്ട്? ഓർഗനൈസേഷനിലെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമാണെന്ന് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ ഇതൊരു സിസ്റ്റമാറ്റിക് വേയിലാണ്. എങ്ങനെയാണ് ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഡിസിപ്ലിനിൽ എഗെയിൻസ്റ്റ് ആയിട്ട് ഏതെങ്കിലും എംപ്ലോയീസ് പെരുമാറി കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ സിസ്റ്റമാറ്റിക് വേ ടു ഹാൻഡിൽ ദം? അവരെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം? ആ ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? എന്തുകൊണ്ട് അവിടെ അങ്ങനെ ചെയ്തു? അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുക. അതുകൊണ്ടാണ് ഇതിനെ ഈ പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്നെ നമ്മൾ എന്ത് വിളിക്കുന്നത്? അതൊരു ബെസ്റ്റ് പോളിസിയാണ് ടു മെയിൻറ്റെയിൻ ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന്റെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് ഏറ്റവും നല്ലതെന്ന് പറയുന്നു. കാരണം ഇവിടെ നമുക്കറിയാം ഡിസിപ്ലിനറി പോളിസി എടുക്കുമ്പോ എന്താ പറയാ, വൈൽ the employees are performing any indiscipline or misconduct, they should take a mild disciplinary action. ആദ്യം തന്നെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? ഇപ്പൊ തുടക്കം നടക്കി ആദ്യമായിട്ട് ഒരു എംപ്ലോയി എന്തെങ്കിലും ഒരു തെറ്റ് കാണിച്ചു. അപ്പൊ ആദ്യത്തെ സമയത്ത് ചെക്കല്ലേ, സോ എന്താ പറയാ, ഫസ്റ്റ് ടൈം ചെയ്തതല്ലേ, കുഴപ്പമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മൈനർ ആയിട്ടുള്ള ചില മൈൽഡ് ആയിട്ടുള്ള ആക്ഷൻസ് ആയിരിക്കും അവർക്കെതിരെ. കാരണം അതിന്റെ ഗൗരവം വലിയ ഗൗരവമില്ലാത്ത തെറ്റാണ്, പക്ഷേ എങ്കിലും തെറ്റാണ്.
പക്ഷെ അതിനെതിരെ ഒരു മൈൽഡ് ആക്ഷൻ എടുക്കുക, ചെറുതായിട്ട് അവരെ ഒന്ന് പേടിപ്പിക്കുന്ന രീതിയിലോ അവരെ ഒന്ന് എന്താ പറയാ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില അവരുടെ ആ തെറ്റ് മനസ്സിലാക്കി കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മൈൽഡ് ആക്ഷൻസ് എടുക്കുന്നു ഇനീഷ്യൽ സ്റ്റേജിലാണ്. പക്ഷേ if discipline indiscipline is to be followed again and again by the employees, അങ്ങനെയാണെങ്കിലോ കൂടുതൽ പ്രാവശ്യം വീണ്ടും ചെയ്തു വെച്ച് വീണ്ടും വരാൻ ഇന്ന് വാങ്ങിയില്ലേ ഇത്രയെല്ലാം സമയം നോക്കിയേ, സമയം നോക്കിയേ 9:30 നമുക്ക് ഇവിടെ കയറണ്ടേ, എത്ര മണിയായി 10 ആയി, 10 മണിക്കാണോ വരണ്ടേ, അപ്പൊ ഒന്ന് വാണിങ് കേട്ടല്ലോ, സമയം അരമണിക്കൂർ ലേറ്റ് ആണ്. അപ്പൊ ആ ഒരു നോട്ടത്തിലും ആ ഒരു വാക്കിലൊക്കെ ഒരു വാണിംഗ് ആണത്. ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് ശ്രദ്ധിക്കുന്നുണ്ടെന്നും അങ്ങനെ ഒരു വാണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേയിൽ നമ്മൾ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും സമയത്തിനേക്കാൾ ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും എത്താൻ നമ്മൾ അതിയായി ആഗ്രഹിക്കും, ഓടിയെത്താൻ നോക്കും. പക്ഷേ നെക്സ്റ്റ് ഡേയും സെയിം തന്നെയാണ് എംപ്ലോയീസ് ക്യാരിങ് ഓൺ, അത് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും, they have to be taken severe actions. പിന്നീട് ഇനീഷ്യൽ സ്റ്റേജിൽ സമ്മതിച്ചു, പക്ഷെ പിന്നീട് പോകെ അത് തന്നെ പിറ്റേ ദിവസം വരുന്നു, 2 ദിവസം കഴിഞ്ഞ് വീണ്ടും 9:30 കഴിഞ്ഞ് 10 മണിയായി, 2 ദിവസം പിറ്റേ ദിവസം പറഞ്ഞപ്പോ 2 ദിവസം നേരത്തെ വന്നു, അത് കഴിഞ്ഞ് വീണ്ടും 3-ാമത്തെ ദിവസം വീണ്ടും 10 മണിക്ക് വരുന്നു. അപ്പൊ എന്താണ്, അപ്പൊ അങ്ങനെ വരുമ്പോ ആക്ഷൻസിന്റെ ഗൗരവം കുറച്ചുകൂടി കൂടുതൽ വരുന്നു. കണ്ടോ, അതാണ് പറഞ്ഞത്, ആ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിലായിരിക്കണം ഡിസിപ്ലിനറി പോളിസീസ് ടു ബി ഫോളോഡ്. അതുകൊണ്ട് ആ പ്രോഗ്രസീവ് ഡിസിപ്ലിൻ ആണ് ഏറ്റവും മെച്ചമായ അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു രീതിയിൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ. അല്ലാണ്ട് ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഗൗരവ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാതെ വേഗം തന്നെ വലിയൊരു പണിഷ്മെന്റിലേക്കല്ല പോകേണ്ടത്. ക്ലിയർ ആയോ? So എന്നിട്ട് പറയാണ്, ഇതിനൊരു എക്സാമ്പിൾ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, if the organization, the management finds that any employee or group of employees are violating the rules regulations ഒക്കെ violate ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, first of all they have to be given some verbal warning. ആദ്യം അവർക്ക് എന്താ കൊടുക്കേണ്ട, ഒരു വെർബൽ വാർണിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൊണ്ട് ഇങ്ങനെ ഒരു വാർണിംഗ് കൊടുക്കുന്നു, കേട്ടല്ലോ, സമയം ഇതാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ലീവ് ചെയ്യേണ്ട സമയം 5 മണിക്കാണ് ഇറങ്ങേണ്ടത്, പക്ഷെ ഞാൻ 4:30 ഇറങ്ങി പോകുന്നു. അപ്പൊ പിറ്റേ ദിവസം അറിയുന്നു, മാനേജ്മെന്റോ ആരെങ്കിലും വന്നിട്ട് ഇടപെടുന്നു, പറയുന്നു 4 മണിക്കല്ല 4:30 പോകേണ്ടത് 5 മണിക്കാണ്. അപ്പൊ നമുക്കൊരു വെർബൽ വാർണിംഗ് ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇറ്റ് ഈസ് ടു റെക്ടിഫൈ മൈ മിസ്റ്റേക്ക് ആൻഡ് ടു കറക്റ്റ് മൈ മിസ്റ്റേക്ക്, എന്റെ തെറ്റ് മനസ്സിലാക്കി തരാനും ആ തെറ്റ് തിരുത്താനും വേണ്ടിയിട്ടാണ്. അതിനുശേഷം എന്താണ്, അത് വീണ്ടും എന്ത് ചെയ്യാനുള്ള, വീണ്ടും അതിന്റെ ഗൗരവത്തോടെ എടുക്കാതെ എംപ്ലോയി പിന്നെയും എടുക്കുകയാണെങ്കിലാണ് ചാർജ് ഷീറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ്. ആൾക്കെതിരെ എന്ത് ചെയ്യണം, ഒരു ചാർജ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണെങ്കിൽ ചാർജ് ഷീറ്റ് കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല, ഡിസിപ്ലിനറി ആക്ഷനിൽ അല്ല, ഡിസിപ്ലിനിന്റെ കാര്യത്തിലെ പുള്ളിക്കാരെ എപ്പോഴും ശരിയായിട്ടില്ല എങ്കിൽ can be also suspended and also finally terminated from the service. എന്ത് ചെയ്യാം, സസ്പെൻഷനോ അല്ലെങ്കിൽ പിരിച്ചുവിടലോ എന്ത് വേണമെങ്കിലും ആവാം. അങ്ങനെയാ കണ്ടോ, അതാണ് സിസ്റ്റമാറ്റിക് ഓർഡർ. വെർബൽ വാർണിംഗ് കൊടുക്കുന്നു, ചാർജ് ഷീറ്റ് കൊടുക്കുന്നു, എന്നിട്ട് ശരിയായിട്ടില്ല, അപ്പോൾ എന്തിലേക്ക് പോകും, സസ്പെൻഷനിലേക്ക് പോകാം, ടെർമിനേഷൻ ഓഫ് ദ സർവീസ്, എന്താണ്, പിരിച്ചുവിടലിലേക്ക് വരെ എത്തിക്കാം. കണ്ടോ, കാരണം എന്താ, ഇത് കുറെ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പറഞ്ഞിട്ടും ആള് വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ആ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ അങ്ങനെ ഒരു ഡിസിപ്ലിൻ പോളിസി കീപ്പ് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? മനസ്സിലായോ? അത്രയും ഭാഗം കുഞ്ഞു 3 പാരഗ്രാഫാണ് ഇപ്പൊ പറഞ്ഞത്, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ദ ബെസ്റ്റ് വേ ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ, ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. പ്രോഗ്രസീവ് ഡിസിപ്ലിനിലെ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. അതിനുശേഷം അടുത്ത ആ ഒരു ലൈൻ മാത്രമുള്ള ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. അക്കോർഡിംഗ് ടു ദിസ്, ആ ദിസ് എന്നുള്ളത് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് ചേർത്ത് വായിക്കാം. അക്കോർഡിംഗ് ടു പ്രോഗ്രസീവ് ഡിസിപ്ലിനറി പോളിസി കേട്ടോ. According to progressive disciplinary policy, an organization should take mild disciplinary actions at the initial stage and then move on to more severe punishments. കൂടുതൽ ശിക്ഷാ നടപടികളിലേക്ക് പോകുന്നതിന് മുമ്പേ ആദ്യം ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഒരു വാർണിംഗ് ആണ് കൊടുക്കേണ്ടത്. മൈൽഡ് ആയിട്ടുള്ള ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാം. അതല്ല എങ്കിൽ അത് വീണ്ടും ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ മാത്രം സിവിയർ പണിഷ്മെന്റ്സിലേക്ക് പോകുക എന്നാണ് ഏത് പറയുന്നത്, പ്രോഗ്രസീവ് ഡിസിപ്ലിനറി ആക്ഷൻ. ക്ലിയർ ആയോ? ആ സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്. ഈ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ? പിന്നെ ആരും ഉണ്ടെന്നില്ലല്ലോ. ഉണ്ട് തമ്പ് കാണുന്നില്ല, അതുകൊണ്ടാ ചോദിച്ചത്. അതിനുശേഷം ആ എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യവും അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്തോട്ടെ. ഇഫ് ആൻ എംപ്ലോയി ക്രിയേറ്റ്സ്
Indiscipline in any form, ഏതെങ്കിലും രീതിയിൽ അച്ചടക്ക മര്യാദ ലംഘിച്ചാൽ first he should be given a verbal warning. ആദ്യം ആൾക്ക് ഒരു വെർബൽ വാണിംഗ് കൊടുക്കുക. If he does not rectify, എന്നിട്ടും തന്റെ തെറ്റുന്നില്ല, മിസ്റ്റേക്ക് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ a charge sheet should be given to him. ചാർജ് ഷീറ്റ് കൊടുക്കുന്നു. എന്നിട്ട് ശരിയായിട്ടില്ലെങ്കിൽ ഫർദർ ഇഫ് ഹി കണ്ടിന്യൂസ്, കണ്ടല്ലോ, വീണ്ടും അതേ തെറ്റുകൾ ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ ഇന്റർഡിസിപ്ലിനറി ബിഹേവിയർ എന്ന് വെച്ചാൽ തന്റെ തെറ്റായ എന്താ പറയാ ബിഹേവിയർ പെരുമാറ്റം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ ഹി ക്യാൻ ബി സസ്പെൻഡഡ് ആൻഡ് ഫൈനലി ടെർമിനേറ്റഡ്. സസ്പെൻഷൻ കൊടുക്കാം. അതുമല്ല എങ്കിൽ അതൊന്നും പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? ടെർമിനേറ്റ് ചെയ്യാം. മനസ്സിലായോ? ഇനി ആ പ്രോഗ്രസീവ് പോളിസി, ഡിസിപ്ലിൻ പോളിസി എന്ന് പറയുന്നത് ഒരു എംപ്ലോയിയുടെ കരിയർ ലൈഫിൽ മുഴുവനാണ്. ജോലി ചെയ്യുന്നത് ഡേറ്റ് ഓഫ് ജോയിനിങ് തുടങ്ങി ടിൽ ദ ടൈം ഓഫ് റിട്ടയർമെന്റ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യേണ്ടതാണ്. എന്ന് വെച്ചാൽ കുറച്ചു നാളത്തേക്കോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഡിസിപ്ലിൻ ടു ബി ഫോളോഡ് ത്രൂ ഔട്ട് ദ കരിയർ ഓഫ് ദ എംപ്ലോയി. എംപ്ലോയിയുടെ ആ കരിയർ എത്ര നാളാണോ ആ ഓർഗനൈസേഷൻ ജോലി ചെയ്യുന്നത് അതുവരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതെന്താണ് പ്രത്യേകത? പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്താ പറയാ, ഡിസിപ്ലിൻഡ് ആയിട്ട് വെൻ വി ആർ ബിഹേവിംഗ് ഇറ്റ് വിൽ മേക്ക് ദ എംപ്ലോയി ടു റീച്ച് ദ ഹയർ ലെവൽ. നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർഗനൈസേഷനിൽ ഇങ്ങനെ വച്ചടി കയറ്റം ഉണ്ടാകും. എന്ന് വെച്ചാൽ നമ്മൾ ഡിസിപ്ലിൻഡ് ആണ് എല്ലാ രീതിയിലും, നമ്മുടെ ജോലികളും കൃത്യമായി നമ്മൾ ചെയ്യുന്നു. അപ്പൊ നമുക്ക് പല രീതിയിലും പുരോഗമനങ്ങള് വളർച്ചയുണ്ടാകും. മനസ്സിലായോ? ഫിസിക്കൽ ആയിട്ടുള്ള വളർച്ചയല്ല ഉദ്ദേശിക്കുന്നത്, കരിയറിന്റെ അർത്ഥത്തിൽ ഉണ്ടാകും, പേഴ്സണൽ ആയിട്ട് വ്യക്തിപരമായിട്ടുള്ള വളർച്ചയൊക്കെ ഉണ്ടാകും. ഇത് മാത്രമല്ല മറ്റു രീതിയിൽ എന്താണ്, ഈ ഡിസിപ്ലിൻ നമ്മൾ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ലംഘിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതെന്തിലേക്ക് പോകും? ഡിസ്മിസൽ. കണ്ടോ? അപ്പൊ ഒരേ സമയം ഡിസിപ്ലിൻ എന്ന് പറയുന്നത്, പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ റേസ് അവർ ലെവൽ, നമ്മളെ ലെവല് കൂട്ടാനും അതോടൊപ്പം നമ്മൾ താഴെ അടിച്ച് എന്താ പറയാ ഇങ്ങനെ പുറന്തള്ളിപ്പിടാനും സാധ്യതയുള്ള കാര്യങ്ങളാണ് ഡിസിപ്ലിനറി ആക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ മാത്രമല്ല, വീണ്ടും പറയാണ്, ഒരു റിവാർഡ് കൊടുക്കുക. ഡിസിപ്ലിൻ പോളിസി കൊണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. റിവാർഡ്സിന് നമുക്ക് അർഹതയുണ്ട്, അതോടൊപ്പം തന്നെ പണിഷ്മെന്റിനും എംപ്ലോയീസിന് അർഹതയുണ്ട്. ഓക്കെ, അപ്പൊ രണ്ടും കിട്ടും. രണ്ടും കിട്ടാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ നമ്മൾ നന്നായി പ്രവർത്തിക്കുമ്പോൾ റിവാർഡിന്റെ ഫോമിലായിരിക്കും നമുക്ക് എന്ത് പറയാ ഡിസിപ്ലിനറി ആക്ഷൻ വരിക. മറ്റൊന്ന് മോശമായി ആരാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ നമുക്ക് കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത് പണിഷ്മെന്റ് ആയിരിക്കും. ഓക്കെ, ഇത് രണ്ടും വാങ്ങിത്തരാൻ സാധ്യതയുള്ള ഒന്നാണ് ഏത്? ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അതൊന്ന് അണ്ടർലൈൻ ചെയ്യാമോ? ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ, അവിടെ നിന്നും വേണ്ട, പ്രോഗ്രസീവ് ഡിസിപ്ലിൻ തുടങ്ങി മതി. നോട്ട് ഓൺലി റിവാർഡ്സ് ആൻ എംപ്ലോയി ബട്ട് ഓൾസോ പണിഷ്. പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എംപ്ലോയീസിനെ റിവാർഡ് ചെയ്യുക മാത്രമല്ല പണിഷ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ അതിന്റെ ആദ്യത്തെ സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യാനുണ്ട്. എ പ്രോഗ്രസീവ് ഡിസിപ്ലിൻ സ്റ്റേസ് വിത്ത് ദ എംപ്ലോയി ഫോർ ഹിസ് ഹോൾ കരിയർ പീരീഡ്. അതുകൂടി അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസും ലാസ്റ്റ് സെന്റൻസും ആ പാരഗ്രാഫിലെ അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ ആണോ? അവിടെ വരെ മനസ്സിലായില്ല എല്ലാവർക്കും? യെസ്. നെക്സ്റ്റ് വൺ, ഇൻഡിസിപ്ലിൻ ഓർ മിസ്കണ്ടക്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാദം വരാതെ. എന്താണ് ഡിസിപ്ലിൻ? ഡിസിപ്ലിൻ ആയിട്ട് പെരുമാറണം. ഡിസിപ്ലിൻ അഗെയിൻസ്റ്റ് ആയിട്ട് പെരുമാറിയാൽ ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് അഗെയിൻസ്റ്റ് ആണ്. ദാറ്റ് മീൻസ് വയലേഷൻ ഓഫ് എനി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ ബൈ ആൻ എംപ്ലോയി ഈസ് ടേംഡ് ആസ് മിസ്കണ്ടക്ട് ഓർ ഇൻഡിസിപ്ലിൻ. എന്താണ് ഇൻഡിസിപ്ലിൻ അല്ലെങ്കിൽ മിസ്കണ്ടക്ട് എന്ന് പറയുന്നത്? ഏതെങ്കിലും എംപ്ലോയി ഓർഗനൈസേഷനിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ലംഘിക്കുകയാണെങ്കിൽ അതിനെയാണ്, ആ ഒരു പ്രവൃത്തി, അതിനെയാണ് നമ്മൾ മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻ എന്ന് വിളിക്കുക. ഇൻഡിസിപ്ലിൻ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ അഫക്ട് ദ റെപ്യൂട്ടേഷൻ ഓഫ് ദ എംപ്ലോയി. തീർച്ചയായിട്ടും ഞാനിപ്പോ ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് പെരുമാറി കഴിഞ്ഞാൽ എനിക്ക് അഗെയിൻസ്റ്റ് എന്ത് ചെയ്യും? മാനേജ്മെന്റ് ഒരു ശിക്ഷാ നടപടി സ്വീകരിക്കും. അതെന്റെ എന്തിനെ തകർക്കും? എന്റെ റെപ്യൂട്ടേഷനെ, എന്റെ പദവിയെ. ഞാൻ ചിലപ്പോ സമ്പാദിച്ച എന്റെ പേരിന് ഒരു ദോഷം വരും, ഇല്ലേ? അല്ലെ? നമ്മുടെ പേര് എന്ന് പറയുന്നത് നമ്മൾ നേടിയെടുക്കുന്ന എന്താ പറയാ ഒരുപാട് സ്വത്തും പണവും അതുപോലെ സ്വർണവും ഒക്കെ നമ്മൾ വാരിക്കൂട്ടുമ്പോ ഇതൊക്കെ നമ്മളുടെ ഫിസിക്കൽ ആയിട്ടുള്ള അസറ്റുകളാണ്, അല്ലെ? ഫിസിക്കൽ ആയിട്ടുള്ള അസറ്റുകളാണ്, ഇങ്ങനെ കാണാൻ പറ്റുന്ന അസറ്റാണ്. എന്നാൽ നമ്മൾ നേടുന്ന നമ്മളുടെ എന്താ പറയാ ഒരു പേര് മറ്റുള്ളവരുടെ ഇടയിലായിക്കോട്ടെ സമൂഹത്തിലായിട്ട് നമ്മൾ സമ്പാദിക്കുന്ന നമ്മുടെ പേര്,
നമ്മളുടെ എന്താ പറയാ അറിവ്, നമ്മളുടെ വിദ്യാഭ്യാസം, ഇതൊക്കെ നമ്മളുടെ ഒരു പേഴ്സണൽ അസറ്റ് ആണ്. ഇറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് വിളിക്കാം നമുക്ക് അതിനെ. അത് നമ്മള് നേടിയെടുക്കുന്നത് മറ്റുള്ളവർക്ക് കാണാനും പറ്റില്ല. എന്റെ മുഖത്ത് എനിക്ക് തിരിച്ചിട്ടൊന്നുമില്ല എത്രത്തോളം പദവിയുള്ള ആളാണെന്നൊന്നും, അല്ലെ? പക്ഷെ when we are behaving in the society or wherever we are, നമ്മൾ എവിടെയാണോ ആരുമായിട്ടൊക്കെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നോ അവരുടെ ഇടയിൽ നമുക്കൊരു പദവിയുണ്ട്, ഇല്ലേ? ഉണ്ടോ? മിണ്ടലിലുള്ള ആരും ഉണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പത്തിരിക്കുന്ന ആരും ഇപ്പത്തിരിക്കുന്നല്ല, നമ്മള് വിസിബിൾ ആകുന്നത് നിങ്ങളുടെ കുറച്ചു പേരുടെ ക്യാമറാസിന്റെ അവിടെ ഇതാണ്, പ്രൊഫൈലാണ്. അവര് ആരും ഒന്നും മിണ്ടാത്ത പോലെ എനിക്ക് തോന്നുന്നു, അനങ്ങുന്നില്ല. ഇപ്പുറത്തെ ഈ നോട്ട് പെർസെന്റേജ് ചെയ്യുന്നതാണ്. അവിടെ സംഭവം ഇഷ്ടംപോലെ പേര് ഇടുന്നുണ്ട്, പക്ഷെ അതെനിക്ക് വിസിബിളും അല്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഉണ്ടാകുന്ന ഈ പേര് എന്ന് പറയുന്നത് നമ്മൾ ഏത് അവസ്ഥയിലായിരിക്കുന്നു വേറെ ചെയ്യാറ്, അല്ലെങ്കിൽ വാട്ട് എവർ അവർ ജോബ് ഈസ്, നമ്മുടെ ജോബ് എന്താണോ, നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, ആരെങ്കിലും ആയിട്ട് ഇടപഴകുന്നുണ്ട്, അവരുടെ ഇടയിൽ നമുക്കൊരു റെപ്യൂട്ടേഷൻ ഉണ്ട്, അല്ലെ? ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്നു, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പെരുമാറി നമുക്കെതിരെ ഒരു വാർണിംഗ് ലെറ്ററോ ചാർജ് ഷീറ്റോ പണിഷ്മെന്റോ നമുക്ക് മാനേജ്മെന്റ് തന്നു. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ ഉണ്ടാക്കിയ അത്രയും നാളുകൊണ്ട് നമ്മൾ സമ്പാദിച്ച ആ പേരും വരുമയോ അല്ലെങ്കിൽ അതിലൊക്കെ ഒരു ബ്ലാക്ക് മാർക്ക് വരും, അല്ലെ? ഒരു റെപ്യൂട്ടേഷനെ ബാധിക്കും. അപ്പൊ എംപ്ലോയീസിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് എന്ത്? അത് നമ്മളുടെ റെപ്യൂട്ടേഷനെ അഡ്വേഴ്സ്ലി ആണ് എഫക്ട് ചെയ്യുന്നത്. നമ്മളുടെ എന്താ പറയാ സൽപ്പേരിനെ അല്ലെങ്കിൽ പദവിയെ അത് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നു. മാത്രമാണോ അത്? അല്ല, അത് നമ്മളുടെ കരിയർ ഗ്രോത്തിനെ ഹിൻഡർ ചെയ്യുന്നു, തടസ്സമായിട്ട് നിൽക്കും. നമ്മുടെ കരിയറിൽ നമ്മളെ ജോലിക്ക് നിൽക്കുന്ന അവസ്ഥയിൽ നമുക്കൊരു മെച്ചം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ചിലപ്പോ ചില പ്രൊമോഷൻസിനെ ഒക്കെ ചിലപ്പോ ഇത്തരം മിസ്കണ്ടക്റ്റുള്ള എംപ്ലോയീസിനൊക്കെ പ്രൊമോട്ട് ചെയ്ത് ചിലപ്പോൾ നല്ല ക്വാളിഫൈഡ് ആയിരിക്കാം, പല കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ആൾക്ക് പ്രൊമോഷൻ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ such a type of indisciplined behavior makes or hinder his career growth. എന്ത് ചെയ്യും? ഇത്തരം പ്രവർത്തികളൊക്കെ ചെയ്തു കഴിയുമ്പോൾ ആളുടെ പ്രൊമോഷനൊക്കെ അത് ബാധിക്കും. പ്രൊമോട്ട് ചെയ്യില്ല. കാരണം എന്താ? ഹിസ്റ്ററി നോക്കി ആള് കണ്ടിന്യൂസ് ആയിട്ട് കാര്യശരി നന്നായി ജോലി ചെയ്യുന്നുണ്ട്, നല്ല വേറെ എക്സ്പീരിയൻസ് ഉണ്ട്, ഒത്തിരി വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോഷന് സാധ്യതയുള്ള ആളായിരിക്കാം. പക്ഷെ എനി ടൈപ്പ് ഓഫ് മിസ്ബിഹേവിയർ, ചില ആൾക്കാർ പറയും ആ കരിയറിൽ ഇരിക്കുമ്പോ എനിക്ക് എന്റെ പേര് ഇങ്ങനെയൊന്നും വരാതിരിക്കാൻ നോക്കാണ്, അടുത്ത വർഷം എന്റെ പ്രൊമോഷനാണ്, ആ പ്രൊമോഷനെ ബാധിക്കും. പലരൊക്കെ പറഞ്ഞെങ്കിൽ നമ്മള് കേട്ടിട്ടുണ്ടായിരിക്കും ഇതിനെ കുറിച്ച്, അല്ലെ? അപ്പൊ ഇതെന്താ? ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് പെരുമാറിയാൽ അത് അവിടെ ഇങ്ങനെ ഒരു ബ്ലാക്ക് മാർക്കായിട്ട് കിടക്കും, അല്ലെ? അത് നമുക്ക് ഉണ്ടാകുന്ന ചിലപ്പോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് നമുക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഇതൊക്കെ മാനേജ്മെന്റ് ചിലപ്പോൾ എടുത്ത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇറ്റ് ഓൾസോ ഹിൻഡർ അവർ കരിയർ ഗ്രോത്ത്. എംപ്ലോയീസിന്റെ കരിയർ ഗ്രോത്തിനും നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നു, ആളുടെ റെപ്യൂട്ടേഷനും നെഗറ്റീവ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മിസ്കണ്ടക്റ്റിന്റെ ഒരു പ്രത്യേകത. ക്ലിയർ ആയോ? ആ സെന്റൻസ് മനസ്സിലായോ എല്ലാവർക്കും? Sentence അവിടെ ഇരിക്കുന്നത് ക്ലിയർ ആണോ? So during the working hours or during the career of an employee, he or she shall not make any misconduct. അപ്പോ ഒരു എംപ്ലോയി ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് ഒരു തരത്തിലുള്ള മിസ്കണ്ടക്റ്റും ഓർഗനൈസേഷനിൽ ഉണ്ടാകാതിരിക്കാൻ എന്ന് പറയുന്നത്, കേട്ടാ. അപ്പൊ അത് ചെയ്യുക. അല്ലെങ്കിൽ നമ്മള് വർക്കിംഗ് അവേഴ്സിൽ മാത്രമല്ല, ഇപ്പൊ നമുക്കറിയാം ഒരു ഓർഗനൈസേഷനകത്ത് മാത്രമല്ല ചില ആൾക്കാർ മിസ്കണ്ടക്ട് ചെയ്യാം, ഓർഗനൈസേഷന്റെ പുറത്തും ചില ആൾക്കാർ മിസ്കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓർഗനൈസേഷനുമായി ബന്ധപ്പെടാത്ത മിസ്കണ്ടക്ട് പുറത്തെവിടെയും ചെയ്തോണ്ട് നമുക്ക് എന്താ ചെയ്താം എന്നാണോ? അതല്ല. നമ്മൾ ബിസിനസ്സിന് നമ്മൾ എവിടെ ജോലി ചെയ്യുന്നോ ആ ജോലി സ്ഥലത്തെ എന്താ പറയാ കരിവാരി തേക്കുന്ന രീതിയിൽ ചില ആൾക്കാർ പുറത്തു പോയിട്ട് ഇതിനകത്തുള്ള കാര്യങ്ങള് മോശമായ രീതിയിൽ മറ്റുള്ള ആളുകളുമായിട്ട് ഷെയർ ചെയ്യാം. അതും ഒരു മിസ്കണ്ടക്ട് തന്നെയാണ്. നമ്മുടെ ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് നമ്മുടെ ഓർഗനൈസേഷൻ അകത്തുള്ള എംപ്ലോയീസോ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ചില സ്റ്റാഫുകളോ മാത്രം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ when we are sharing it with others, outsiders, പുറത്തുള്ള ആളുകളുമായിട്ട് ഷെയർ ചെയ്യുമ്പോ അത് ചിലപ്പോൾ സീക്രട്ട് ആയിട്ടുള്ള കാര്യമായിരിക്കാം, ചിലപ്പോൾ ഇവിടെ ബിസിനസ് ടെക്നിക് ആയിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ പോയി പുറത്തൊക്കെ നമ്മളിങ്ങനെ ആളുകളോട് പറഞ്ഞുകൊണ്ട് നടന്നാൽ അതെന്തായി? അത് ഈ ഓർഗനൈസേഷന് എഗെയിൻസ്റ്റ് ആണ്. അപ്പൊ ഓർഗനൈസേഷൻ അകത്ത് മാത്രമല്ല മിസ്കണ്ടക്ട് എംപ്ലോയീസ് ചെയ്യുന്നത്, it may also happen outside the organization. എവിടെയും നടക്കും ഓർഗനൈസേഷന് പുറത്തും. അപ്പൊ നമ്മളിവിടെ ഒരു എഡ്യൂക്കേഷണൽ സ്ഥാപനമാണ്, ഇവിടെ ഒരുപാട് കോഴ്സസ് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ നമ്മൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഇങ്ങനെ വെറുതെ പുറത്തൊക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ,
അല്ലെ? ആവശ്യമായ കാര്യങ്ങൾ പറയാം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യം കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്, അതിന് ജോയിൻ ചെയ്യാണെങ്കിൽ നമുക്ക് ഓർഗനൈസേഷന് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ, ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റിന് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അതല്ലാതെയുള്ള വേണ്ടാത്ത കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത് വർക്കിംഗ് അവേഴ്സിൽ മാത്രമല്ല ഓർഗനൈസേഷനിൽ ഇതുപോലെയുള്ള മിസ്കണ്ടക്ട് എംപ്ലോയീസ് കാണിക്കുന്നത്, പുറത്തും കാണിക്കാറുണ്ട്. സോ എംപ്ലോയീസ് ഹാവ് ടു ബി ഡിസിപ്ലിൻഡ്. ഓർഗനൈസേഷനിൽ എപ്പോഴും എന്തായിരിക്കണം? അവര് ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് പെരുമാറാൻ പാടില്ല. മാക്സിമം എത്ര നാളാണ് നമ്മൾ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്, ആ മാക്സിമം പീരീഡ് ഓഫ് ടൈം വി ഹാവ് ടു ബിഹേവ് ഡിസിപ്ലിൻഡ് ആയിട്ട് പെരുമാറാനായിട്ട് എംപ്ലോയീസ് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇനി എംപ്ലോയീസ് ഈ ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് എന്താ പ്രത്യേകത എന്നറിയോ? ഇറ്റ് വിൽ അഫക്ട് ദെയർ പെർഫോമൻസ്. അവർ ചെയ്യുന്ന ജോലിയിൽ അത് റിഫ്ലക്ട് ചെയ്യും. കാരണം എന്താ? ഡിസിപ്ലിൻ ഇല്ല. അപ്പൊ ഡിസിപ്ലിൻ ഇല്ല, ഇപ്പൊ തന്നെ പകുതി പോയി. നമ്മള് കുട്ടികളോടാണെങ്കിലും പറയില്ലേ ഡിസിപ്ലിൻ ആദ്യം പഠിക്കണം എന്ന് പറയാം, എന്നിട്ട് നീ പുസ്തകം പഠിച്ചാൽ മതി അല്ലെ? പറയില്ലേ? നീ ഇരിക്കുന്ന നിന്റെ മുറി, നിന്റെ ബുക്കും മറ്റും നോക്കിയിട്ട് ഇതെന്തായി കാണണേ, ഇതൊക്കെ അടക്കി പറക്കി വെക്കാൻ പറ്റില്ലേ? നമ്മളെപ്പോഴും ഇടയ്ക്കൊക്കെ കുട്ടികളെ ചീത്ത പറയില്ലേ? ചെറുതുങ്ങളെ പറയുമ്പോൾ പോലും നമ്മൾ കുറ്റം പറയും, ചീത്ത പറയും. അതായത് കുറ്റം പറയല്ല, ചീത്ത പറയും അല്ലെ? ബാഗിലുള്ള ബുക്സ് അല്ലേ ഇതൊക്കെ ഇപ്പോഴേ തുടങ്ങി LKG പോകുന്ന തുടങ്ങിയ കുട്ടികളെ അതൊന്നും നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കും. ഒരു 10 ദിവസം നമ്മൾ അത് ട്രെയിനിങ് കൊടുത്തു കഴിയുമ്പോൾ കുട്ടികൾ പിന്നെ താനെ അതൊക്കെ അങ്ങനെ ചെയ്യാൻ തുടങ്ങും. അതല്ല നമ്മൾ തന്നെ ഇത് പറയുകയും ചെയ്യും, നമ്മൾ തന്നെ പോയി ഇടയ്ക്ക് പറക്കി ചെയ്താലും എന്ത് പറ്റുമോ? ഇത് പറഞ്ഞുകൊണ്ട് നമ്മളായിരിക്കും നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, അത് ചെയ്യണമെന്നും ഉണ്ടാവില്ല. അതേസമയം അവരെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഭാവിയിൽ അവരത് എന്ത് ചെയ്യാൻ തുടങ്ങും? ക്യാരി ഓൺ, ഫോളോ ചെയ്യാൻ തുടങ്ങും. അതുപോലെ ഓർഗനൈസേഷനിലും അവരിപ്പോ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർ ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് പെരുമാറി കഴിഞ്ഞാൽ അത് അവരുടെ പെർഫോമൻസിനെ ബാധിക്കും. കാരണം വെച്ചാൽ ഡിസിപ്ലിൻ ഇല്ല, പിന്നെ എങ്ങനെ പെർഫോമൻസ് നന്നാകും? തീർച്ചയായിട്ടും അവിടെയും അത് പ്രതിഫലിച്ച് കാണും. അപ്പൊ എംപ്ലോയിയുടെ അവരുടെ ബിഹേവിയറൽ പാറ്റേണിൽ there will be changes if they are not ഡിസിപ്ലിൻഡ് അല്ല എങ്കിൽ. അപ്പം മാത്രമല്ല ഇത് ഓൾസോ അഫക്ട്സ് ദ കോൺസെൻട്രേഷൻ ലെവൽ ഓഫ് ദ എംപ്ലോയീസിന് അവരുടെ ജോലിയിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല. ഡിസിപ്ലിൻഡ് അല്ലാത്തത് കൊണ്ട് അവരുടെ ജോലി ശ്രദ്ധിക്കാൻ പറ്റില്ല. ജോലി ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അവരുടെ പെർഫോമൻസിനെ ബാധിക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ അറിയാമോ? എന്തെങ്കിലും കാര്യത്തിൽ ചെറിയ നിസ്സാര കാര്യത്തിൽ വരെ എംപ്ലോയീസ് എന്ത് ചെയ്യും? മാനേജ്മെന്റുമായിട്ട് പല അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ആവശ്യമില്ലാതെ വാശി പിടിക്കുക. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഷീ സ്റ്റാർട്ട്സ് ബോദറിംഗ് ദ അതോറിറ്റി ഓഫ് ഫോർ ഓവർ ടൈം അലവൻസസ്. എന്താ പറയാ, ചിലപ്പോ ഒരു എക്സാമ്പിൾ ആണ്. ഇങ്ങനെയുള്ള ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണ് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വെറുതെ ഇങ്ങനെ അതോറിറ്റീസിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലുള്ള ജോലിക്കാരെ അല്ലെങ്കിൽ അധികൃതരെയൊക്കെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും, ബോധർ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? മാത്രമല്ല ഇത് നമ്മുടെ മാനേജ്മെന്റ് ഇഫ് ദേ ആർ ഡിറ്റക്ടിങ് സച്ച് ഇൻഡിസിപ്ലിൻ ദേ ഹാവ് ടു ടേക്ക് അക്കോർഡിംഗ്ലി സ്റ്റെപ്സ് ടു അവോയ്ഡ് സച്ച് മിസ്കണ്ടക്ട്. ഇത്തരം മിസ്കണ്ടക്ടുകൾ ഒഴിവാക്കാനായിട്ട് എത്രയും പെട്ടെന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? മാനേജ്മെന്റ് നടപടികൾ സ്വീകരിക്കണം. കുറെ കഴിഞ്ഞിട്ടല്ല, എത്രയും പെട്ടെന്ന്, അതിന് താമസിയാതെ. അതാണ് ഇൻഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഇൻഡിസിപ്ലിൻ അല്ലെങ്കിൽ മിസ്കണ്ടക്ട് എന്ന് പറയുന്നത് വയലേഷൻ ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ ബൈ ആൻ എംപ്ലോയി ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിക്കുന്നതിനെയാണ്, ലംഘിക്കുന്നതിനെയാണ് നമ്മൾ മിസ്കണ്ടക്ട് എന്ന് വിളിക്കുക. അപ്പൊ മിസ്കണ്ടക്ട് വന്നാൽ എംപ്ലോയീസിന്റെ പെർഫോമൻസിനെ ബാധിക്കും, റെപ്യൂട്ടേഷനെ ബാധിക്കും, അല്ലെ കരിയർ ഡെവലപ്മെന്റിനെ, കരിയർ ഗ്രോത്തിനെ ബാധിക്കും. ഇതിനൊക്കെ നെഗറ്റീവ് ഇമ്പാക്ട് ആയിരിക്കും ഉണ്ടാക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഇൻഡിസിപ്ലിൻ കുറച്ചധികം കാര്യങ്ങൾ അതിനകത്ത് അണ്ടർലൈൻ ചെയ്യാറുണ്ട്. ഫസ്റ്റ് സെന്റൻസ് ആണ് വയലേഷൻ ഓഫ് കമ്പനീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബൈ ദ എംപ്ലോയീസ് ഈസ് ടേംഡ് ആസ് മിസ്കണ്ടക്ട്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അടുത്ത സെന്റൻസ് ഉണ്ട് ദിസ് നോട്ട് ഓൺലി അഡ്വേഴ്സ്ലി. ദിസ് എന്ന് പറയുന്നത് ഇൻഡിസിപ്ലിൻ അല്ലെങ്കിൽ മിസ്കണ്ടക്ട് ആണ് കേട്ടോ. ഇൻഡിസിപ്ലിൻ അത് തന്നെയാണ് മിസ്കണ്ടക്ട്. അല്ലെങ്കിൽ ദിസ് എന്നുള്ളത് നമ്മൾ ആ മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻ ചേർത്ത് വായിച്ചു പഠിക്കണം. നോട്ട് ഓൺലി അഡ്വേഴ്സ്ലി ഇഫക്ട്, നോട്ട് ഓൺലി ബട്ട് ചേർത്ത് സെന്റൻസ് പറഞ്ഞേക്കാണ്. ഓക്കെ, അത് നമ്മളുടെ എംപ്ലോയീസിന്റെ റെപ്യൂട്ടേഷനെ മാത്രമല്ല ബാധിക്കുന്നത്, പിന്നെയോ അവരുടെ കരിയർ ഗ്രോത്തിനെയും നെഗറ്റീവായി ഇമ്പാക്ട് ചെയ്യുന്നു. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, പിന്നത്തത് അടുത്ത സെന്റൻസ് അണ്ടർലൈൻ ചെയ്തത് അടുത്ത പാരഗ്രാഫിലാണ്. ദ കോൺസെൻട്രേഷൻ ലെവൽ ഓഫ് ദ എംപ്ലോയി ഓൾസോ റെഡ്യൂസസ് ഗ്രാജുവലി അഫക്ടിങ് ഹിസ് പെർഫോമൻസ്. അത് ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ചെയ്തോ? ചെയ്തല്ലോ? പറഞ്ഞോട്ടെ അടുത്തത്.
യെസ്. ഓക്കെ, അടുത്ത നമ്മള് ചില എന്താ പറയാ മിസ്കണ്ടക്ട് ആയിട്ടുള്ള ചില ആക്ട്, ചില പ്രവർത്തികൾ എന്തൊക്കെയാണ്? അപ്പൊ ഇത്തരം ഇൻഡിസിപ്ലിൻ പ്രവർത്തികൾ ഏതൊക്കെയാ? ഡിസിപ്ലിൻ അല്ലാത്ത പ്രവർത്തികൾ സാധാരണയായി ഓർഗനൈസേഷനിൽ കണ്ടുവരുന്നത് ഏതൊക്കെയാണ്? കുറച്ച് കോമൺ ആയിട്ടുള്ള ഇൻഡിസിപ്ലിൻ പ്രവർത്തികളാണെങ്കിൽ നമ്മൾ പറയാൻ പോകുന്നത്. എംപ്ലോയീസ് ഇത്തരം മിസ്കണ്ടക്ട് ഒരുപാട് എംപ്ലോയീസ് ചെയ്യാറുണ്ട്. അതേതൊക്കെയാണ്? ജനറൽ ആയിട്ടുള്ള കുറച്ച് തെറ്റുകളാണ് കേട്ടോ, അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യുന്ന, ലംഘിക്കുന്ന ചില നിയമങ്ങള്, അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്ന ചില ഇത്തരം ഇൻഡിസിപ്ലിനെ എതിരെ ചെയ്യുന്ന ചില പ്രവർത്തികൾ, അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്താ? സ്ലോയിങ് ഡൗൺ ദ പെർഫോമൻസ് വില്ലിംഗ്ലി. ഒന്നാമത് എന്താണ്? സ്ലോയിങ് ഡൗൺ ദ പെർഫോമൻസ് വില്ലിംഗ്ലി എന്ന് പറഞ്ഞാൽ എന്താ? അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവർത്തിയൊക്കെ വളരെ സ്ലോ ആക്കുക എന്ന് വെച്ചാൽ, ഇപ്പൊ വേണോ വേണ്ടേ എന്നൊക്കെ വിചാരിച്ച് ചെയ്യുക, ആർക്കോ വേണ്ടി ചെയ്യുന്ന പോലെ അല്ലെ. നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? അത് ഇഷ്ടപ്പെട്ട് ചെയ്യണം അല്ലെ, കഷ്ടപ്പെട്ട് ചെയ്യാതെ എന്ത് ചെയ്യണം? ഇഷ്ടപ്പെട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇഷ്ടത്തോടെ ചെയ്യുക, വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് സന്തോഷത്തോടെ ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് ബെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. ഭയങ്കര കഷ്ടപ്പെട്ട് വേണോ വേണ്ടേ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ എന്തെങ്കിലും ആയിട്ട് ചെയ്ത് കൂട്ടിയാൽ മതി എന്ന് വിചാരിച്ചാലോ അതിന് അത്രയും പെർഫെക്റ്റ്നെസ് ആ ഒരു റിസൾട്ടിന് ഉണ്ടാകില്ല, ആ ചെയ്ത ജോലിക്ക് ഉണ്ടാകില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ we should do our work with more enthusiasm and more satisfied. വളരെ സംതൃപ്തിയോടെ സന്തോഷത്തോടെ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴാണ് അതിനൊരു നല്ല ഇതുണ്ടാകുക അല്ലെ. നമ്മൾ വളരെ ഇഷ്ടത്തോടെ നമ്മുടെ വീട്ടിലെ കിച്ചണിൽ എന്തെങ്കിലും ഒരു ആഹാര പദാർത്ഥം ഉണ്ടാക്കിയൊക്കെ വളരെ സന്തോഷത്തോടെ ഒരാൾക്ക് കൊടുക്കണമെന്ന് വിചാരിച്ച് വെറുതെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. പക്ഷെ അത് സന്തോഷത്തോടെ സ്നേഹത്തോടെയാണ് കൊടുക്കണമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ ആ ഒരു പർട്ടിക്കുലർ ഐറ്റം, ആ ഒരു ഫുഡ് ഐറ്റം അവിടെ ടേസ്റ്റി ആകും അല്ലെ. അങ്ങനെയല്ലേ കേട്ടേക്കണേ? ഞാൻ വെറുതെ ഇങ്ങനെ ചെയ്തോളൂ, പക്ഷെ എന്താ ടേസ്റ്റ് എന്ന് പറയില്ലേ? അതെന്തുകൊണ്ടാ? അവരത് ആർക്കാണോ നമ്മളത് സെർവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അവരോടുള്ള സ്നേഹവും അതുപോലെ തന്നെ അവരോടുള്ള നമ്മുടെ ആ സന്തോഷമൊക്കെയാണ് അതിൽ റിഫ്ലക്ട് ചെയ്യാൻ നമ്മുടെ ആ ഫുഡായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുക. അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ഓർഗനൈസേഷനിൽ നമ്മൾ ഇത്രത്തോളം ഇഷ്ടത്തോടെ നമ്മൾ ചെയ്യുന്ന ജോലി ചെയ്യുന്നു, അത്രയും പെർഫെക്റ്റ്നെസ് അതിന്റെ ആ ഒരു റിസൾട്ട് ഉണ്ടായിരിക്കും. അതേസമയം നമ്മള് വേണോ വേണ്ട ഇത് എനിക്കൊന്നും പാടില്ല, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉള്ളിൽ കുറെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടിയിട്ട് അങ്ങനെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അത് വിൽഫുള്ളി വേണ്ട, ഇത് ഇത്രയും ചെയ്യണം, ഇത്രയൊക്കെ മതി എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നു. അതൊരു ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പ്രവൃത്തിയാണ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ. അപ്പൊ ഫസ്റ്റ് എന്താ? സ്ലോയിങ് ഡൗൺ ദ പെർഫോമൻസ് വില്ലിംഗ്ലി. അറിഞ്ഞുകൊണ്ട് സ്വന്തം പെർഫോമൻസ് കുറയ്ക്കുക അല്ലെ. അറിഞ്ഞുകൊണ്ടാണ്, അല്ലാതെ എന്താ പറയാ എനിക്ക് ചിലപ്പോ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ജോലി എനിക്ക് തരുമ്പോ ചിലപ്പോ അതെനിക്ക് അറിയില്ലാത്തതുകൊണ്ട് തുടക്കമൊക്കെ ചിലപ്പോൾ ഞാനത് പതുക്കെ മനസ്സിലാക്കിയെടുത്ത് ചെയ്യുമ്പോൾ വലിയ കാര്യമായി നല്ല റിസൾട്ട് കിട്ടുകയും അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന അത്രയും ഔട്ട്പുട്ട് കിട്ടുകയും ചിലപ്പോൾ ചെയ്യുന്നു എന്ന് വരില്ല. കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഞാൻ ട്രെയിൻഡ് ആകും. അപ്പോഴാണ് ചിലപ്പോൾ എനിക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുക. അതല്ല, അവിടെ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് ഇതെനിക്ക് നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാം, പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യും എന്നുള്ളൊരു മൈൻഡ്. ക്ലിയർ ആയോ? മനസ്സിലായോ? നമുക്ക് പോയിന്റ്. Yes. Next one. Willfully or disobeying where individual or in group any law or important order of the boss. Boss എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബോസ് ആരാണോ അവര് പറയുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ ചില നിയമങ്ങളായിരിക്കും, ചില കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഒന്നില്ലെങ്കിൽ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ എല്ലാവരും കൂടി ചേർന്നോ അനുസരിക്കാതിരിക്കുക, ഡിസൊബേ ചെയ്യുന്നു അറിഞ്ഞുകൊണ്ട് തന്നെ. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ബോസ്, നമ്മുടെ മാനേജ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ആരോ എംപ്ലോയർ ആള് പറയാണ് ഇന്നത് നമ്മൾ ഇന്ന ഓർഗനൈസേഷനിൽ നടപ്പിലാക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു എംപ്ലോയിയോ അല്ലെങ്കിൽ അവരെല്ലാവരും കുറച്ച് പേര് ചേർന്നത് നമുക്കിത് അനുസരിക്കേണ്ട അങ്ങനെ ഇങ്ങനെയൊക്കെ, അപ്പൊ അവര് ഡിസൊബേ ചെയ്യുന്നു, അനുസരിക്കാതിരിക്കുന്നു. ഓക്കെ, അത് വിൽഫുള്ളി ആണ്, എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പൊ അതിനെയും നമ്മൾ എന്ത് വിളിക്കും? ഇൻഡിസിപ്ലിൻ പ്രവൃത്തിയാണെന്ന് വിളിക്കും. ഇതൊക്കെ ഇൻഡിസിപ്ലിന്റെ ആക്ടുകളാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ? കണ്ടക്ടിങ് ഫ്രോഡ് വിത്ത് ബിസിനസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ എംപ്ലോയർ. എംപ്ലോയറുടെ എന്താ പറയാ ഓർഗനൈസേഷനിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വത്ത്, എന്താ പറയാ പ്രോപ്പർട്ടീസ്, സാധന സാമഗ്രികളൊക്കെ ഉണ്ടാവില്ല. ചിലപ്പോ അവിടുത്തെ ഓർഗനൈസേഷന്റെ ബിൽഡിംഗ് ആയിരിക്കാം, അവിടുത്തെ ഏതെങ്കിലും വാഹനങ്ങളായിരിക്കാം. അത് വെച്ചിട്ട് എന്തെങ്കിലും അതിനെ എന്തെങ്കിലും ഡാമേജ് വരുത്തുക, അതുമായിട്ട് ഉപയോഗിച്ച് എന്തെങ്കിലും ഫ്രോഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുത്തി വെക്കുക. ഓക്കെ, ഫ്രോഡ്നെസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടുത്തെ സ്വത്തിനും മറ്റു കാര്യങ്ങൾക്കും ഉണ്ടാക്കുക. ആരുടെ? എംപ്ലോയറുടെ. ബിസിനസ്സിലെ സ്വത്തുകൾക്കോ മറ്റു വകകൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രോഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക എംപ്ലോയി. അത് എന്താണ്? ഒരു മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ഇൻഡിസിപ്ലിന് ഉദാഹരണമാണ്. ക്ലിയർ ആയോ?
മനസ്സിലായില്ലേ? കാര്യം മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ ആരോടെങ്കിലും ഒക്കെ ദേഷ്യത്തിന് ചിലപ്പോ അവിടെ ചിലപ്പോ ഇരിക്കുന്ന കസേര ഇരിക്കുന്ന ഒളിച്ചിട്ട് പോകാം. അങ്ങനെയൊക്കെ ചില ആൾക്കാർ അങ്ങനെയൊക്കെ പല ഓർഗനൈസേഷനിലും പലയിടത്തൊക്കെ പലതും നടക്കുന്നതാണ്. തല്ലി പൊളിക്കുക, ജനൽ അടിച്ചു പൊട്ടിക്കുക, വാഹനത്തിന്റെ എന്തെങ്കിലും ഇതും എന്താ പറയാ ഏറൂരി വിടുക, അല്ലെങ്കിൽ വാഹനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് വരുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ഓർഗനൈസേഷന് എതിരായി ചെയ്യുമ്പോൾ ഇതെല്ലാം ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ബിഹേവിയർ. മനുഷ്യന്മാരോടുള്ള ദേഷ്യം ഇതുപോലെയുള്ള വസ്തുക്കളിലൊക്കെ തീർക്കുക. ദാറ്റ്സ് ഓൾ. അതേ ഉള്ളൂ. പിന്നെന്താ? അറൈവിംഗ് ലേറ്റ് ഫ്രീക്വന്റ്ലി ടു ദ ഓഫീസ്. ഓഫീസിൽ എത്തുന്നത് പതിവായിട്ട് ലേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. അതും ഇൻഡിസിപ്ലിൻ ആണ്. അത് ഒട്ടുമിക്കവർക്കും ചില ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ഒട്ടുമിക്കലും ചെയ്യുന്നതാ അല്ലെ? കാരണം എന്താ? കൃത്യം ഒരു സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്തിന് എത്തണം. ഇപ്പൊ മിക്കവർക്കും പഞ്ചിങ് മെഷീൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുവിധം എല്ലാവരെയും റെഗുലർ ആക്കാനും കൃത്യം പങ്ക്ച്വൽ ആക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. കാരണം അതിനകത്ത് നമ്മുടെ സമയം അവിടെ കറക്റ്റ് ആയിട്ട് വരും അല്ലെ? അപ്പൊ അതുകൊണ്ട് ആ സമയം മാറി വന്നിരിക്കുന്ന ആരൊക്കെയാണ് ചെക്ക്ഔട്ട് ചെയ്യാനായിട്ട് പെട്ടെന്ന് സാധിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കൃത്യത്തിലൊക്കെ എത്താൻ നോക്കും. പക്ഷെ ഒരു സമയം വരെയൊക്കെ, എന്നാൽ ചില ഓർഗനൈസേഷൻസിലൊന്നും എല്ലായ്പ്പോഴും എന്തില്ല ഈ പഞ്ചിങ് ഇത് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ലേറ്റ് ആയിട്ട് വരുന്നത് ഒരു പതിവായിട്ട് തീർക്കുന്ന ചില ആൾക്കാരുണ്ട്. പതിവായിട്ട് ഒരു ദിവസം വരുന്നു, പിന്നെ ഒരു വഴക്കൊക്കെ കേട്ട് കഴിയുമ്പോൾ അടുത്ത ദിവസം കുറച്ച് ദിവസം ചിലപ്പോ നേരത്തിന് വരും, അത് വീണ്ടും തദൈവ അല്ലെ? പണ്ടത്തെ പോലെ തന്നെ അങ്ങനെ വരിക. അതൊരു മിസ്ബിഹേവിയർ അല്ലെങ്കിൽ മിസ്കണ്ടക്ട് ആണ്. ഫ്രീക്വന്റ് ആബ്സെൻസ് ഫ്രം ദ ഡ്യൂട്ടി വിതൗട്ട് ഗിവിംഗ് ലീവ് ആപ്ലിക്കേഷൻസ് ഓർ ഇൻഫർമേഷൻ ഓഫ് ബീയിങ് ആബ്സെന്റ് സിൻസ് എ ലോങ് പീരിയഡ് വിതൗട്ട് എനി ജെന്യുവൻ റീസൺ. പിന്നെന്താ? ആബ്സെന്റ് ആകുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലീവ് എടുക്കുക. ലീവ് എടുക്കുന്നതിന് എന്താ പറയാ, ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കില്ല, ലീവ് എടുക്കുന്നത് എന്താണെന്ന് പറയില്ല, ജെന്യുവൻ ആയിട്ടുള്ള റീസൺ ഇല്ലാതെ ലീവ് എടുത്തുകൊണ്ടിരിക്കുക. അതൊക്കെ ഇൻഡിസിപ്ലിൻ തന്നെയാണ്. ഡിസിപ്ലിൻ ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ തക്കതായ റീസൺ ഇല്ലാതെ ഒരു ലീവ് എടുക്കില്ല. അങ്ങനെ എന്തെങ്കിലും തക്കതായ റീസൺ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് മാനേജ്മെന്റിനെയോ വേണ്ടപ്പെട്ട അതോറിറ്റീസിനെയോ നമ്മള് ലീവ് ആപ്ലിക്കേഷനിലൂടെയോ മറ്റേതെങ്കിലും രീതിയിലോ നമ്മൾ എന്ത് ചെയ്യും? അവരെ ഇൻഫോം ചെയ്യും. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാം? ഒരു ലീവ് എടുക്കണമെങ്കിൽ ഒന്ന് ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കും, അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് ഇൻഫോം ചെയ്തിരിക്കും ഇന്ന ദിവസം നമ്മൾ ലീവാണ്. സഡൻ ആകുന്ന ലീവ് ആണെങ്കിൽ സഡൻ പെട്ടെന്നാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് കോണ്ടാക്ട് ചെയ്ത് ഞാൻ ഇന്ന് ലീവാണ് എന്നറിയിക്കും അല്ലെ? ആളെ കിട്ടിയില്ലെങ്കിൽ നമ്മളത് വോയിസ് മെസ്സേജസ് ആയിട്ട് ഇടാനുള്ള സൗകര്യമുണ്ട് ഇല്ലേ? മാർക്കുണ്ട്. ഇന്ന് പണ്ടാണെങ്കിൽ ലീവ് വിളിച്ചു പറഞ്ഞ് ലീവ് കിട്ടോ ഇല്ലേ, എപ്പൊ കിട്ടും എന്നൊക്കെ അന്വേഷിക്കാനായിട്ട് ഇവിടെ ഇപ്പൊ നമുക്ക് അടുത്ത 1-2-3 മിനിറ്റോടെ നമുക്ക് സാങ്ഷൻ ആക്കി കിട്ടും. കാരണം നമുക്ക് ഇന്ന് ഫോൺ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം തന്നെ നമുക്കതിന് മറുപടി കിട്ടും ഇല്ലേ? പക്ഷെ ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഇങ്ങനെയാണ്. എന്ത്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലീവ് എടുക്കുക. ആഴ്ചയിൽ ചിലപ്പോ 2 ദിവസം ലീവ് എടുക്കുക. നമ്മള് കുട്ടികളെ പറയില്ല, ഇടയ്ക്ക് ഒന്നരാടാണോ നീ വരുന്നത്? സ്കൂളിലൊക്കെ വരുമ്പോ ഒരു ദിവസം വന്നു, പിന്നെ 2 ദിവസം കാണില്ല, പിന്നെ 3 ദിവസം വന്നു, പിന്നെ 1 ദിവസം കാണില്ല. അത് ഡിസിപ്ലിൻ അഗെയിൻസ്റ്റ് ആണ്. അത് കുട്ടികളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു രീതി കണ്ടല്ലോ നമ്മള്. അത് തന്നെ എംപ്ലോയീസിലും ഉണ്ടാകും. ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ എന്ന മട്ടാണ് ചില ആളുകൾക്ക്. ക്ലിയർ ആയ മനസ്സിലാവട്ടെ പോയിന്റ്? മനസ്സിലായില്ലേ? പോവാണ്ട് അടുത്തതിലേക്ക്. Indulging in corruption practices like receiving or offering bribes. ഇനി എന്താ? ചില കറപ്ഷൻ. എന്താ കറപ്ഷൻ എന്ന് പറഞ്ഞാൽ? കറപ്ഷൻ അല്ല, കറപ്ഷൻ അഴിമതി. ചില അഴിമതികൾ നടക്കുക. അതായത് ബ്രൈബ് ഓഫർ ചെയ്യുക, റിസീവ് ചെയ്യുക. ബ്രൈബ് എന്താ? ബ്രൈബ് എന്ന് പറഞ്ഞാൽ എന്താ? കോഴാന്ന് കേട്ടിട്ടുണ്ടോ എല്ലാവരും? കോഴാന്ന് കേട്ടിട്ടില്ലേ? കോഴ കൊടുക്കുക, കോഴ വാങ്ങുക. അതായത് സാധാരണ നമ്മള് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, ഡോക്ടറെ കാണുന്നു, ഡോക്ടറിൽ നിന്ന് പ്രിസ്ക്രിപ്ഷൻസ് വാങ്ങിക്കുന്നു, മരുന്ന് വാങ്ങിക്കുന്നു പോകുന്നു. ചില ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലൊക്കെ നമ്മൾ പല വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലെ? കോഴ കൊടുക്കുക. മറിച്ച് എന്താ പറയാ, എന്തെങ്കിലും ഒരു കാര്യ സാധ്യത്തിന് വേണ്ടിയിട്ട് കൈക്കൂലി. അതന്നെ അല്ലേ മലയാളം? അതാ തോന്നുന്നത്. അതെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക, അതുപോലെ തന്നെ വാങ്ങുക. ഇതും അഗെയിൻസ്റ്റ് the rules and regulations of the organization. ചിലപ്പോ ഏതെങ്കിലും ഒരു കസ്റ്റമർക്ക് വേണ്ടി ഓർഗനൈസേഷന്റെ വല്ല കസ്റ്റമർ വല്ലവരായിരിക്കാം, അവർക്ക് എന്തെങ്കിലും ഈ ഓഫീസുമായിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷനുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട കാര്യം സാധിച്ചു കൊടുക്കാൻ കൈക്കൂലി വാങ്ങിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൈക്കൂലി കൊടുക്കാം. അങ്ങനെ ഈ രണ്ടും ഒക്കെ ചെയ്യുന്നത് ഡിസിപ്ലിന് അഗെയിൻസ്റ്റ് ആണ്. മനസ്സിലായല്ലോ? ആറാമത്തെ പോയിന്റ്, indulging in corrupt practices like receiving or offering bribes. അടുത്തത്, intentionally damaging company's goods and property. അറിഞ്ഞുകൊണ്ട് തന്നെ കമ്പനിയുടെ ഓർഗനൈസേഷന്റെ വസ്തുക്കളോ ഗുഡ്സ് സാധന സാമഗ്രികളോ ഒക്കെ നശിപ്പിക്കുക, അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കുക. ആരോടെങ്കിലൊക്കെയുള്ള ദേഷ്യം
എന്താ പറയാ ഈ വസ്തുവകകളോട് തീർക്കുക, നശിപ്പിക്കുക, ഒടിച്ചിടുക, അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ ഫാനൊക്കെ അവിടെ തന്നെ കിടന്ന് കറങ്ങിക്കോട്ടെ, നമ്മളൊക്കെ എഴുന്നേറ്റ് പോകുമ്പോ നമ്മളുടെ സ്ഥലത്ത് ഇട്ടിരിക്കുന്ന ഫാനോ ലൈറ്റോ ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് ഓഫ് ചെയ്യാതൊക്കെ ഇറങ്ങി പോകുക. അപ്പൊ നേരെ മറിച്ച് പിറ്റേ ദിവസം വരുന്ന അത്രയും സമയത്ത് അവിടെ ഇങ്ങനെ പവർ സപ്ലൈ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ, ഇലക്ട്രിസിറ്റി അവിടെ ഇങ്ങനെ ഓഫ് ചെയ്യാതെ കിടന്നുകൊണ്ടിരിക്കുന്നു. അത് കമ്പനിക്ക് നഷ്ടം വരുത്തുന്ന രീതിയല്ലേ ഇലക്ട്രിസിറ്റി ചാർജ് എന്താണ് അല്ലെ. ഓക്കെ, അണ്ടർഗോയിങ് എനി വർക്ക് സ്ട്രൈക്ക് ആൻഡ് ഫോഴ്സിങ് അതേഴ്സ് ടു സ്ട്രൈക്ക് ഓൺ ബ്രീച്ച് ഓഫ് എനി ലോ. ബ്രീച്ച് എന്നാണ് ആ സ്പെല്ലിംഗ് ഒന്ന് തിരുത്തുക. ലോ തെറ്റിക്കുക എന്നാണ്, നിയമങ്ങള് ബ്രീച്ച് ചെയ്യുക. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, കരാർ ലംഘനം എന്നാണ്. ഇവിടെ ബ്രീച്ച് ഓഫ് ലോ ആണ്, നിയമലംഘനമാണ്. എന്തെങ്കിലും നിയമങ്ങൾ ലംഘിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് സ്വന്തമായിട്ട് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ള എംപ്ലോയീസിനെയൊക്കെ കൂട്ടുപിടിച്ച് സ്ട്രൈക്കിന് പോവുക, സമരത്തിൽ പോവുക. ഉണ്ടോ? അതായത് ഓർഗനൈസേഷന് എതിരായി നടത്തുന്ന ഒരു രീതിയാണ് സമരം അല്ലെ. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് എല്ലാവരും കൂടി ചേർന്ന് അവർ ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ സാധിച്ചു തരാതെ വരുമ്പോ ലാസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയാണ് എന്ത്, സമരം. അടച്ചുപൂട്ടി സമരം ചെയ്യും, വാതുക്കൽ സമരം ചെയ്യും, അല്ലെങ്കിൽ കൊടി പിടിച്ച് നടക്കും അല്ലെ. അപ്പൊ സമരം, അപ്പൊ ആവശ്യമില്ലെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ ഇതുപോലെ എംപ്ലോയീസിനെ ചേർത്ത് സമരത്തിൽ പോവുക, അത് നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട്, അതും ഒരു ഇൻഡിസിപ്ലിൻ പ്രവൃത്തിയാണ്. ക്ലിയർ ആയോ? എട്ടാമത്തെ ആ പോയിന്റുകളൊന്ന് തീർത്തേക്കട്ടെ കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത്, കണ്ടിന്യൂസ്ലി റിപ്പീറ്റിംഗ് എനി ആക്ഷൻ ഓഫ് കെയർലെസ്നെസ് ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് ഫൈൻ ക്യാൻ ബി ഇമ്പോസ്ഡ്. കണ്ടിന്യൂസ് ആയിട്ട് ശ്രദ്ധയില്ലാതെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും. ഇപ്പൊ ഞാൻ പറഞ്ഞ ഉദാഹരണം തന്നെ ഒന്നുകൂടി പറയാം. ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുകയാണ്, ക്ലാസ് ഒക്കെ എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആർ ഡ്യൂട്ടി. നമ്മുടെ ക്ലാസ്സുകൾ അന്ന് അവസാനിക്കുന്ന സമയത്ത് എല്ലാ മുറിയിലും ക്ലാസ് റൂമിലൊക്കെ ലൈറ്റ്, ഫാന്, കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ ഇങ്ങനെ ഓണായിരിക്കും. ഇതൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യുക. പക്ഷെ ഇത് നമ്മളോട് മാനേജ്മെന്റ് പറയുന്നു, ടീച്ചേഴ്സ് അതൊന്ന് ശ്രദ്ധിക്കണം, അതൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്ന് പോകുമ്പോ ലാസ്റ്റ് ക്ലാസ് എടുക്കുന്ന ആളുകൾ അത് എടുത്ത് തീർക്കുമ്പോൾ അതെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്തിട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, നമ്മളത് ചെയ്യുന്നു. പക്ഷെ ചില ആളുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ചിലവര് ചിലപ്പോൾ എന്ത് ചെയ്യുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് അത് അവിടെ ഓരോ ക്ലാസ് ചെയ്യുമ്പോൾ ഓഫ് ചെയ്ത് മാത്രം ക്ലാസ് ജസ്റ്റ് ലീവ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, എന്നിട്ട് പോകുന്നു. സിസ്റ്റം അപ്പം ഓൺ ആണ്, അത് ഓഫ് ചെയ്തിട്ടില്ല, ഫാൻ ഓഫ് ചെയ്തിട്ടില്ല, ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല. ഇത് വീണ്ടും വീണ്ടും അവർ ആവർത്തിക്കുന്നു. ഇന്നലെ അങ്ങനെ ഓണായി കിടക്കായിരുന്നു, ശ്രദ്ധിക്കണ ടീച്ചേഴ്സ് ഒന്ന് വീണ്ടും പറയുന്നു. അപ്പൊ വീണ്ടും വീണ്ടും നമ്മൾ അത് തന്നെ ആവർത്തിക്കണം. ഇത് കെയർലെസ്നെസ് ആണ്, ശ്രദ്ധ കുറവുകൊണ്ട് വെച്ചുവെക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും മാനേജ്മെന്റിന്, ഇതങ്ങനെ വെട്ടാൻ പറ്റില്ലല്ലോ, ഇത് കുറെ പ്രാവശ്യം പറയുന്നത് എന്നൊക്കെ ശ്രദ്ധിക്കുന്നില്ല. സോ എ ഫൈൻ മേ ബി ഇമ്പോസ്ഡ്. അവർക്ക് എതിരെ എന്ത് ചെയ്യാം, ചില ഒരു ശിക്ഷ പോലെ ഒരു ഫൈനും പറ്റും. ഇനി അങ്ങനെ ചെയ്തിട്ട് ഫൈൻ ഉണ്ട് കേട്ടോ എന്ന് കണ്ടോ. സ്കൂളിൽ കുട്ടികൾ പഠിക്കാൻ വരുന്നത് നമ്മൾ പണ്ടൊക്കെ എങ്ങനെയാണ്, എപ്പോഴും ഉണ്ടാവുന്ന അറിയില്ല. കുട്ടികൾ നേരെ വൈകി വന്നു കഴിഞ്ഞാൽ എന്ത് പറയും, എല്ലാ സമയവും വൈകിയാണ്, ഇനി നീ വൈകി വന്നാൽ എന്ത് പറ്റും, ഇതിനോട് ഫൈൻ വാങ്ങിക്കും. 10 രൂപ ഫൈൻ കൊണ്ടുവരണം, 5 രൂപ ഫൈൻ കൊണ്ടുവരണം. ഉണ്ടായിട്ടില്ലേ? നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ഫൈനൊക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലെ. ഫൈനൊക്കെ വാങ്ങിച്ചു നോക്കിയാൽ ടീച്ചേഴ്സ് അവിടെ മുറിയില്, ടീച്ചേഴ്സ് അവരവരുടെ ക്ലാസ് റൂമിൽ ഒരു ഫൈന് വേണ്ടി ഒരു ബോക്സ് എടുത്ത് വയ്ക്കും. എന്നിട്ട് ഇങ്ങനെ ഇതെല്ലാം കൂടി കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഈ പൈസ കൂടി ചേർത്ത് നമ്മള് ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ കുട്ടികൾ ചെയ്യും. നമ്മുടെ അടുത്തുള്ള സ്കൂളുകളിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. ഫൈൻ വാങ്ങിച്ചു വെക്കുന്നത് അത് അവർ ടീച്ചേഴ്സ് അല്ലേ, ക്ലാസ് ടീച്ചേഴ്സ് അതൊരു ബോക്സ് ആയിട്ട് സ്വരൂപിച്ച് കളക്ട് ചെയ്ത് വയ്ക്കും. എന്റെ അടുത്ത് ഇയർ ലാസ്റ്റത്തെ ദിവസമൊക്കെ ടീച്ചേഴ്സ് അതൊക്കെ എടുത്തിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സ് മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കൊടുക്കും. ഇവിടെ അതൊന്നും കിട്ടില്ല. പക്ഷെ അപ്പൊ ഇതെന്താണ്, കെയർലെസ് ആയിട്ടുള്ള ചില പ്രവർത്തികൾ എന്താണ് ഡിസിപ്ലിൻ അഗെയിൻസ്റ്റ് ആയിട്ട് നടത്തി കഴിയുമ്പോൾ അതിന് ഫൈൻ വരെ ഇമ്പോസ് ചെയ്യേണ്ട അവസ്ഥ. റെഫ്യൂസൽ ടു വർക്ക് ഓൺ എ ജോബ് ഓർ മെഷീനറി. ഇനി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു ജോലി കൊടുക്കുമ്പോൾ ആ ജോലി ചെയ്യില്ല, അല്ലെങ്കിൽ ഇന്ന ഒരു മെഷീൻ ഉപയോഗിച്ച് ചെയ്യില്ല, അങ്ങനെയൊക്കെയുള്ള ചില വാശികൾ, അത് ചെയ്യാൻ മടിക്കുക. പറയുന്ന കാര്യങ്ങൾ ഇന്ന ജോലി ചെയ്യണം, ഇന്ന മെഷീനറി ഉപയോഗിച്ച് അത് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അത് വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇന്ന ജോലി എനിക്ക് പറ്റില്ല എന്നുള്ള ആ ഒരു റെഫ്യൂസൽ, ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു എന്താ പറയാ ഒരു നിരസിക്കല്, അതും ഒരു ഇൻഡിസിപ്ലിൻ ആണ്. പിന്നെ habitual breaking of any rule or regulation which is applicable in the establishment of a rule. ഇത് നിയമപരമായിട്ട്, ഇത് ഇപ്പൊ ചിലപ്പോൾ ഓർഗനൈസേഷന് മാത്രമല്ല, അല്ലാതെയുള്ള ചില നിയമം നമ്മുടെ ഓർഗനൈസേഷന്റെ നിയമത്തോട് തന്നെ ചേർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില നിയമങ്ങൾ എന്ത് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക ഹാബിച്വൽ ആയിട്ട്. എന്ന് വെച്ചാൽ എന്താ ഹാബിച്വൽ എന്ന് പറഞ്ഞാൽ എന്താ, റുട്ടീൻ ആയിട്ട്, അതായത് ഇങ്ങനെ പതിവായി ഇത് തന്നെ തെറ്റിച്ചുകൊണ്ടിരിക്കുക, ആ നിയമങ്ങൾ പാലിക്കാതിരിക്കുക, അതും ഒരു ഇൻഡിസിപ്ലിൻ ആണ്. ആൻഡ് ലാസ്റ്റ് വൺ, വിൽഫുള്ളി ഡിസ്ട്രോയിങ് ഓർ ആൾട്ടറിങ് കമ്പനീസ് റെക്കോർഡ്. കമ്പനികളുടെ ഏതെങ്കിലും തരത്തിലുള്ള റെക്കോർഡുകൾ തിരുത്തുകയോ മാറ്റിമറിക്കുകയോ അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുകയോ ഒക്കെ ചെയ്യുക.
ഒരുപാട് കണക്ക് പുസ്തകങ്ങൾ ഉണ്ടായിരിക്കാം, മറ്റും ഒരുപാട് റെക്കോർഡുകൾ, ലെഡ്ജർ അക്കൗണ്ട് ഉണ്ടായിരിക്കാം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ അക്കൗണ്ട് ബുക്കുകളൊക്കെ ഉണ്ടായിരിക്കാം. ഇത്തരം ബുക്കുകളും റെക്കോർഡ്സ് ഒക്കെ വളരെ യൂസ്ഫുൾ ആണ്. എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് ഡാറ്റകളായിരിക്കും. ഇതൊക്കെ എന്ത് ചെയ്യാൻ നശിപ്പിക്കുക. ഇന്നതെല്ലാം സ്റ്റോർ ചെയ്യാൻ നമുക്ക് കമ്പ്യൂട്ടർ IT ഹെൽപ്പ് ഉണ്ട്. പക്ഷെങ്കിലും IT ഹെൽപ്പോട് കൂടി ഇങ്ങനെ നമ്മൾ സേവ് ചെയ്തൊക്കെ പാസ്വേഡ് ഉപയോഗിച്ചൊക്കെ നമ്മൾ ലോക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഫയലുകളിലാക്കി കമ്പ്യൂട്ടറിൽ. പക്ഷെങ്കിലും ചില സ്ഥലങ്ങളിൽ ഇത് തന്നെ ആ പാസ്വേഡൊക്കെ തന്നെ റിമൂവ് ചെയ്ത് അതിന്റെ ഉള്ളിൽ നിന്നും ഡാറ്റാസ് എടുത്തിട്ട് അതിനെ നശിപ്പിക്കുക, അല്ലെങ്കിൽ അതിൽ തിരുത്തലുകൾ വരുത്തുക, അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒഫീഷ്യൽ ആയിട്ടുള്ള റെക്കോർഡുകളിലൊക്കെ മാറ്റങ്ങൾ വരുത്തുക, നശിപ്പിക്കുക, അതും എന്താണ് നമ്മുടെ ഇൻഡിസിപ്ലിൻ ആയിട്ടുള്ള പ്രവൃത്തികൾ. അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ജനറൽ ആയിട്ട് നടക്കാവുന്ന ചില ഇൻഡിസിപ്ലിൻ ആക്ട്സ് അല്ലെങ്കിൽ മിസ്കണ്ടക്ട് ആക്ടുകളാണ് നമ്മൾ ഈ പറഞ്ഞ 12 എണ്ണം. ക്ലിയർ ആയോ? ഈ 12 എണ്ണവും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഓക്കെ, ആ 12 എണ്ണം മുഴുവൻ നീട്ടിപ്പിടിച്ചല്ല, കുഞ്ഞിതായി അതിന് നമ്മളുടേതായ രീതിയിൽ നമ്മൾ അതിനെ ഒന്ന് ചുരുക്കി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, കാരണം മിസ്കണ്ടക്ട് ആക്ട് ഏതൊക്കെയാണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് താഴെ പറയുന്നതിൽ. അപ്പൊ ഇത് എല്ലാം നമ്മൾ ഏകദേശം അറിഞ്ഞിരിക്കണം. ഇത്രയൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന ചില എന്താ പറയാ തെറ്റുകൾ മീൻസ് ആളുകൾ എംപ്ലോയീസ് തെറ്റിക്കുന്ന, അറിഞ്ഞുകൊണ്ടും അറിയാതെ തെറ്റിക്കുന്ന ചില തെറ്റുകളാണ് എന്ന് വിളിക്കുക നമ്മള് ആക്ട്സ് ഓഫ് ഡിസിപ്ലിൻ ആയിട്ട് ഈ 12 എണ്ണം പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ, അത് വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്യുമ്പോ സ്ലോയിങ് ഡൗൺ വർക്ക് പെർഫോമൻസ് ഇല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ പഠിക്കാം. പിന്നെ വിൽഫുള്ളി ഡിസൊബേയിങ് എനി ലോഫുൾ ഓർ ഇമ്പോർട്ടന്റ് ഓർഡർ ഓഫ് ദ ബോസ്, അത് മതി. ഈ വെദർ ഇൻഡിവിജ്വൽ ഓർ ഇൻ ഗ്രൂപ്പ് ഒന്നും വേണമെന്നില്ല. willfully disobeying any lawful or important order of the boss. ബോസിന്റെ നിയമപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ചില ഓർഡറുകൾ എന്താ പറയാ തെറ്റിക്കുക, നിരസിക്കുക, അല്ലെങ്കിൽ ഡിസൊബേ ചെയ്യുക, അനുസരിക്കാതിരിക്കുക. കണ്ടക്ടിങ് ഫ്രോഡ് വിത്ത് ബിസിനസ് ആൻഡ് പ്രോപ്പർട്ടി, അത് മതി. അത്രയും മൂന്നാമത്തെ സെന്റൻസിൽ ഇത്ര മതി. കണ്ടക്ടിങ് ഫ്രോഡ് വിത്ത് ബിസിനസ് ആൻഡ് പ്രോപ്പർട്ടി. അടുത്തത് അറൈവിംഗ് ലേറ്റ് ഫ്രീക്വന്റ്ലി, പതിവായിട്ട് നേരെ വൈകി വരിക. ഓക്കെ, പിന്നെ ഫ്രീക്വന്റ് ആബ്സെൻസ് ഫ്രം ഡ്യൂട്ടി വിത്തൗട്ട് ഗിവിംഗ് ലീവ് ആപ്ലിക്കേഷൻ, അതും അത്രയും മതി. സ്ലാഷ് ഇട്ടേക്കണം അവിടെ വരെ മതി. ഒരു എന്താ പറയാ ലീവ് ആപ്ലിക്കേഷൻ ഒന്നും കൊടുക്കാണ്ട് എന്ത് ചെയ്യാ ലീവ് എടുക്കുക, അത്. പിന്നെ ഇൻഡൽജിങ് ഇൻ കറപ്ഷൻ പ്രാക്ടീസസിൽ ഇടപെടുക. കറപ്ഷൻ എന്ന് പറഞ്ഞാൽ അഴിമതി പ്രവർത്തനങ്ങളിൽ പങ്കുചേരുക. പിന്നെ ഇന്റൻഷനലി ഡാമേജിങ് കമ്പനീസ് ഗുഡ്സ് ആൻഡ് പ്രോപ്പർട്ടി, കണ്ടല്ലോ. അങ്ങനെ ചെറുതാക്കി പഠിക്കാൻ, അതങ്ങനെ നീട്ടി നിവർത്തി ഫുള്ള് സെന്റൻസ് ആയിട്ട് വായിക്കുന്നുണ്ടാവും. കാരണം തന്നെ വായിക്കുമ്പോൾ തന്നെ കാര്യം ക്ലിക്ക് ആയല്ലോ. അപ്പൊ പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ ഓപ്ഷൻസ് നോക്കി ആൻസർ സെലക്ട് ചെയ്യാൻ പറ്റും. പറ്റില്ലേ നിങ്ങൾക്ക്? അത് ഞാൻ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നു മാത്രം. ആ കറക്റ്റ് എന്താ പറയാ അച്ചടിച്ച പോലെ അതേ സെന്റൻസ് അങ്ങനെ തന്നെ വരുന്നു നമ്മൾ വിചാരിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, സോ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. വായിച്ചു നോക്കാം നന്നായിട്ട്. ഓക്കെ, സോ സീ യു, ബൈ, താങ്ക് യു.